സോ നമ്മൾ പോകുന്നു. അനിമൽ കിങ്ഡം ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ +1 സുവോളജിയെ സംബന്ധിച്ചിടത്തോളം ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചു പോകേണ്ട ചാപ്റ്ററാണ്. ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് എന്നാണ്, ABCD എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക, ഇതിനകത്ത് നിന്നും ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു സാധനം കണ്ടോ, ഇങ്ങനെ റോഡ്. ഈ റോഡാണ് എന്ത്, കോർഡേറ്റുകൾ. കോർഡേറ്റ കാറ്റഗറിയിൽ വരുന്ന നമ്മളൊക്കെ എന്താണ്, കോർഡേറ്റുകളാണ്. നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്, ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ മുതുകിൽ ഇങ്ങനെ നീളത്തിൽ പിറകോട്ടൊക്കെ നട്ടെല്ല് ഇപ്പം നിൽക്കുന്ന സ്ഥലത്തൊക്കെ പണ്ട് എന്തായിരുന്നു, ഇതുപോലെ ഒരു വടിയായിരുന്നു. ഇതിനെയാണ് നോട്ടോകോഡ് എന്ന് വിളിക്കുക. ഇതുള്ള ജീവികളാണ് എന്ത്, കോർഡേറ്റുകൾ. അപ്പം എന്താണ്, നോട്ടോകോഡുള്ള ജീവികളാണ് എന്ത്, കോർഡേറ്റുകൾ. അപ്പം നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും നോട്ടോകോഡ് മാർക്ക് ചെയ്യാൻ. അപ്പം ഇതാണ് നോട്ടോകോഡ്. അപ്പം ഇത് നിങ്ങളങ്ങ് നോട്ടോകോഡ് എന്ന് മാർക്ക് ചെയ്തു. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഒരു സ്പേസ് ഒക്കെ ഉള്ള ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം, ഇത് കണ്ടില്ലേ, ഇത് ഈ സംഭവം. ഇതിനകത്ത് ഇതിൻ്റെ നെർവ് കോഡ് നിങ്ങൾ മാർക്ക് ചെയ്യാൻ ചോദിക്കും. അപ്പം അത് നെർവ് കോഡ് ഇതാണ് മാർക്ക് ചെയ്യേണ്ടത്, A ആണ്. ഇത് B, ഇതിനകത്ത് നോട്ടോകോഡാണ്. അപ്പം പിന്നെ അതിനകത്തുള്ളത് ഇത് സ്ലിറ്റുകൾ കണ്ടില്ലേ, ചെറിയ ചെറിയ ഓട്ടകൾ, അത് ഗിൽ സ്ലിറ്റുകളാണ്. അപ്പം അതിനകത്ത് കോർഡേറ്റുകൾ വളരുന്ന പ്രായത്തിൽ എംബ്രിയോണിക് സ്റ്റേജിൽ ഇങ്ങനെ ഈ ഭാഗത്ത് ഗിൽ സ്ലിറ്റുകൾ കാണും. അപ്പം നമുക്കത് പൗച്ചസും ക്ലഫ്റ്റുകളും ഒക്കെയാണ് അതിനകത്ത്. പിന്നെ അത് പല പല സ്ട്രക്ചേഴ്സൊക്കെ അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരും. പിന്നെ ഇവിടെ എന്തുണ്ട്, പോസ്റ്റ് ആനൽ ടെയിൽ എന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ പോസ്റ്റ് ആനൽ ടെയിൽ മനസ്സിലായില്ലേ. അപ്പോൾ പോസ്റ്റ് ആനൽ റീജിയനുമുണ്ട്. അപ്പോൾ ആനൽ കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ് ആനൽ റീജിയൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ ചോദിക്കാറുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾ ഇതിനകത്ത് ABCD ഭാഗങ്ങൾ മാർക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് ഞാൻ ഈ ഡയഗ്രത്തിൽ അവിടെ അതിനകത്ത് ഇത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ. അപ്പം ഇതിനകത്ത് നെർവ് കോഡ് എന്താണ്, നോട്ടോകോഡ് ഏതാണ്, ഗിൽ സ്ലിറ്റുകൾ ഏതാണ്, പോസ്റ്റ് ആനൽ പാർട്ട് ഏതാണ് എന്നെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത് നിങ്ങൾക്കതിനകത്ത് ഓക്കെ അല്ലേ. പിന്നീട് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അപ്പോൾ ഇത് ഒരുപാട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് കാണാം. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റാഡുല എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ ചോദ്യം എന്താണ്, ഫ്യൂ സ്ട്രക്ചേഴ്സ് ഓഫ് ഓർഗൻസ് ഓർ അനിമൽസ് ആർ ലിസ്റ്റഡ് ബിലോ, ഐഡൻറ്റിഫൈ ദീസ് ഫൈലം ഇൻ വിച്ച് ദീസ് ഓർഗൻസ് ആർ പ്രസൻറ്റ്. അപ്പോൾ റാഡുല എന്ന് പറഞ്ഞാൽ ഒച്ചിൻ്റെ വായിലെ പല്ലാണ് റാഡുല. കൊച്ചിൻ്റെ വായിലെ പല്ലല്ല, ഒച്ചിൻ്റെ വായിലെ പല്ല്. അപ്പോൾ മൊളുസ്ക എന്ന് പറയുന്ന ഫൈലത്തിലാണ് ഇത് കാണാറുള്ളത്. ഒച്ച് ഏതിലാണ്, മൊളുസ്കയാണ്. അപ്പോൾ അവരുടെ വായിൽ അവർക്ക് ഫുഡൊക്കെ ഫീഡിങ് അതിന് വേണ്ടിയിട്ട് അരച്ച് സംഭവം ഭക്ഷണമൊക്കെ ഫുഡൊക്കെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള റാഡുല ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ അത് അപ്പോൾ മൊളുസ്കയിലാണ് കാണുക. പാരപ്പോഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് നിറീസ് അണ്ണൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. സൈഡിൽ അതിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാറ്ററൽ അപ്പൻഡേജസ് ഉണ്ട്, നിറീസ്. അപ്പം അതിനകത്ത് പാരപ്പോഡിയ കാണുന്നത് അണ്ണനാണ്, നിറീസ് അണ്ണനാണ്. അപ്പോൾ അനലിഡയിലാണ്. പാരപ്പോഡിയെ കാണുന്നത് നിറീസ് അണ്ണനാണ്. ഇത് നിറീസ് എന്ന് പറയുന്ന ജീവിയാണ്, നിറീസ് അണ്ണനാണ്. അപ്പോൾ അന്നലിഡയാണ്. കോംബ് പ്ലേറ്റ് കാണുന്നത് ചീകി നടക്കുന്ന സുന്ദരിയാണ്. അതിനകത്ത് കോംബ് പ്ലേറ്റുകളുണ്ട്, ഒരുപാട് ചീർപ്പുകളുണ്ട്. ഇതിങ്ങനെ സുന്ദരിയായി ഇങ്ങനെ മുടിയൊക്കെ ഇട്ട് നടക്കുന്ന നമ്മുടെ ടിനോഫോറ എന്ന് പറയുന്ന ഫൈലത്തിലെ ജീവികളാണ്. അപ്പം കോംബ് പ്ലേറ്റ് കാണുന്നത് ഏതിലാണ്, ടിനോ എന്ന് പറഞ്ഞാൽ തന്നെ കോംബ് എന്നാണ്. അപ്പോൾ റാഡുല കാണുന്നത് ഏതിലാണ്, അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. റാഡുലയാണ് ഇതിലെ 5 സ്റ്റാർ ക്വസ്റ്റ്യൻ. റാഡുല കാണുന്നത് എവിടെയാണ്, മൊളുസ്കയിലാണ്. ഏത് ഫൈലമാണെന്നാണ് ചോദ്യം മാർക്ക് ചെയ്യാൻ. ഐഡൻറ്റിഫൈ ദീസ് ഫൈലം. പാരപ്പോഡിയെ കാണുന്നത് അന്നലിഡയിലാണ്. കോംബ് പ്ലേറ്റുകൾ കാണുന്നത് ടിനോഫോറയിലാണ്. അപ്പോൾ റാഡുല ഏതിലാണ്, മൊളുസ്കയിലാണ്. പാരപ്പോഡിയ ഏതിലാണ്, നിറീസ് അന്നലിഡയാണ്. കോംബ് പ്ലേറ്റ് ഏതിലാണ്, ടിനോഫോറയിലാണ്. കാൽക്കാരിയസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് കൊണ്ടുള്ള കുറച്ച് കട്ടിയുള്ള തോടുകൾ, അതുപോലെ അതിൻ്റെ എന്താ പറയുക മുള്ളു പോലുള്ള സംഭവങ്ങൾ, ഓസിക്കിൾസ്, അത് കാണുന്നത് എക്കൈനോഡെർമേറ്റിലാണ്. അവിടെ തൊലിപ്പുറത്ത് എന്താണ് കുറച്ച് ഉരത്തിലുള്ള എന്താ പറയുക മുള്ളു പോലുള്ള സാധനങ്ങൾ. എക്കൈനോ എന്ന് പറഞ്ഞാൽ മുള്ളെന്നാണ്, ഡെർമ എന്ന് പറഞ്ഞാൽ തൊലി എന്നാണ്. അപ്പോൾ എക്കൈനോഡെർമേറ്റയിലാണ് എന്ത് കാണാറുള്ളത്, കാൽക്കാരിയസ് ഒസിക്കിൾസ് കാണാറുള്ളത്. അപ്പോൾ അതും നിങ്ങളതിനകത്ത് പഠിച്ചു വെച്ചു. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. പിന്നെ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തിനാണത് കാണുന്നത് എന്നൊക്കെ. ഓക്കെ. പിന്നെ ഇതിനകത്ത് മറ്റൊരു ചോദ്യമാണ്, കോൺട്രിക്റ്റിയസും ഓസ്റ്റിക്റ്റിയസും തമ്മിൽ എന്താണ് വ്യത്യാസം. കോൺട്രിക്റ്റിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്രാവ് പോലുള്ള മീനുകളാണ്, അധികം മുള്ള് കട്ടിയില്ലാത്ത മീനുകൾ.
നമുക്ക് അതിനകത്ത് ചവച്ചരച്ച് കഴിക്കാൻ പറ്റുന്ന സ്രാവ്, തിരണ്ടി ഒക്കെ പോലുള്ള മീനുകൾ, ഷാർക്ക്, ട്രൈഗൺ, അവരുടെ മുള്ളെന്തല്ല കുത്തൂല, വല്ലാണ്ട് കറ എന്ന് പറഞ്ഞ് ചവച്ചരച്ച് കഴിക്കാൻ പറ്റും. ഓസ്റ്റിക്തിയസ് എന്ന് പറഞ്ഞാൽ മുള്ളുള്ള മീനുകളാണ്. അപ്പോൾ അത് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് അതിനകത്ത് ചോദ്യം. അപ്പം നമുക്കറിയാം മുള്ളുള്ള മീൻ, കാർട്ടിലേജിനസ് ആയിട്ടുള്ള മീൻ എന്താണ്, അവർക്ക് അവരുടെ സോഫ്റ്റ് ആയിട്ടുള്ള എല്ലുകളാണ്. അപ്പോൾ കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൻ ആണ്. ഇതിൻ്റെ ഒന്നാമത്തെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? കാർട്ടിലേജിനസ് ആയിട്ടുള്ള ജീവികളെയാണ് നമ്മൾ കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൻ ആണ്. ഇവർക്ക് എന്താണ്? കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൻ ആണ് കോൺട്രിക്തിയസിൻ്റെ ഒരു ഫീച്ചർ. അവരുടെ ശരീരത്തിലെ എല്ലുകൾ എന്താണ്? കുറച്ച് സോഫ്റ്റാണ്, കോൺട്രിക്തിയസ്. ഇനി ഓസ്റ്റിക്തിയസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലുകൾ എന്താണ്? ശരിക്കും മുള്ളു പോലുള്ള ബോണി സ്കെലിറ്റൻ ആണ്. ബോണി എൻഡോസ്കെലിറ്റൻ. ഉള്ളിൽ അവർക്ക് എന്താണ്? ബോണ് പോലുള്ള മുള്ളുകളാണ്. ഓസ്റ്റിക്തിയസ്. ഇനി കോൺട്രിക്തിയസിന് എന്താണ്? അതിനകത്ത് ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. ഇവിടെ ഇവർക്ക് ബ്ലാഡർ പ്രസൻ്റ് ആണ്. എയർ ബ്ലാഡർ കേട്ടോ, എയർ നിറഞ്ഞൊരു സഞ്ചി ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അധികം കോൺട്രിക്തിയസിന് എന്ത് ചെയ്യണ്ട, എപ്പോഴും സിം ചെയ്തുകൊണ്ടിരിക്കേണ്ട, ബ്ലാഡർ പ്രസൻ്റ് ആണ്. അപ്പോൾ ഇവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇവർക്ക് എപ്പോഴും മുകളിൽ നിൽക്കണമെങ്കിൽ സിം ചെയ്യണം, കാരണം അവർക്ക് ബ്ലാഡർ ഇല്ല. പിന്നെ ഇവർ മിക്കവാറും പ്രസവിക്കുന്ന ടൈപ്പാണ്, വിവിപാരസ് ആണ്. ഇവർ ഓവിപാരസ് ആണ്, മുട്ടയിടുന്ന ടൈപ്പാണ്. അപ്പം ഇതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് എന്തുണ്ട്? ഇവർക്ക് ചെകിളപ്പൂക്കൾക്ക് ഇങ്ങനെ ഓട്ട ഉണ്ട്, പക്ഷേ അതിന് ഗിൽ കവറിങ് ഇല്ല. ഒപ്പർക്കുലം ഗിൽ സ്ലിറ്റ്സ് പ്രസൻ്റ് ആണ്, പക്ഷേ അതിൻ്റെ കവറിങ് ഇല്ല. ഒപ്പർക്കുലം ആബ്സെൻ്റ് ആണ്. ഇവിടെ എന്താണ്? ഒപ്പർക്കുലം ആബ്സെൻ്റ് ആണ്. ഇവർക്ക് എന്തുണ്ട്? ഗിൽ സ്ലിറ്റുകളും ഉണ്ട്, ഒപ്പർക്കുലവും പ്രസൻ്റ് ആണ്. ഗിൽസ് കവേർഡ് ബൈ ഒപ്പർക്കുലമാണ് ഇവിടെ. ഗിൽസ് കവേർഡ് ബൈ ഒപ്പർക്കുലം, അത് ഇതിലാട്ടോ, ഓസ്റ്റിക്തിയസ്. ഇവർക്ക് എന്തുണ്ട്? ഗിൽസ് ആർ നോട്ട് കവേർഡ് ബൈ ഒപ്പർക്കുലം ഇല്ല. ഗിൽ സ്ലിറ്റ്സ് ഉണ്ട്, പക്ഷേ ഒപ്പർക്കുലം ഇല്ല. പിന്നെ ബ്ലാഡറിൻ്റെ കാര്യം, പിന്നെ അതൊക്കെയാണ് ഇതിനകത്ത്. മനസ്സിലായില്ലേ? ഇത് മൗത്ത്, ഇവരുടെ വായ, സ്രാവിൻ്റെ വായൊക്കെ താഴെയാണ്. മൗത്ത് ഈസ് വെൻട്രലാണ്. ഇവരുടെ വായ താഴെയാണ്. മത്തിയുടെ ഒക്കെ വായ അറ്റത്താണ്. മൗത്ത് ഈസ് ടെർമിനൽ. അപ്പം ഇതാണ് ഇതിനകത്തെ ഇതെന്ന് പറഞ്ഞാൽ മൗത്ത് ഈസ് ടെർമിനൽ. പിന്നെ ഇവരുടെ തൊലിയിൽ ഒരു സ്രാവിൻ്റെ ഒക്കെ തൊലി ഒരു മുരി ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ അതിനെ നമ്മൾ പറയുക പ്ലാക്കോയിഡ് സ്കെയിൽ എന്നാണ്. അതിൻ്റെ തൊലി എന്തുണ്ടാവും? പ്ലാക്കോയിഡ് സ്കെയിലുകൾ. പ്ലാക്കോയിഡ് സ്കെയിൽസ് ആർ പ്രസൻറ്റ് ഓൺ സ്കിന്നിൽ എന്തുണ്ട്? പ്ലാക്കോയിഡ് സ്കെയിൽ ഉണ്ട്. ഇവിടെ മത്തിയിലൊക്കെ ഉണ്ടാവുക ഒരു വട്ടത്തിലുള്ള തൊലിയായിരിക്കും. സൈക്ലോയിഡ് സ്കെയിലാണ് മത്തിയിലുള്ളത്. അപ്പം അതൊക്കെയാണ് ഇതിനകത്തെ ഫീച്ചേഴ്സ്, വ്യത്യാസങ്ങൾ. അപ്പം ഇതിൻ്റെ ഈ ഫീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനകത്ത് ഫീച്ചേഴ്സ് ഞാൻ എഴുതിയിട്ടില്ലേ, ഉണ്ടാകുമല്ലോ. പിന്നെ ഇതാണ് ഓസ്റ്റിക്തിയസും കോൺട്രിക്തിയസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഓസ്റ്റിക്തിയസ് എന്ന് പറഞ്ഞാൽ മുള്ളുള്ള മീനുകളാണ്. അവർക്ക് ഗിൽസ് ഉണ്ട്, അതിനെ കവർ ചെയ്തുകൊണ്ട് ഒപ്പർക്കുലം ഉണ്ട്. തൊലിയിലാണെങ്കിൽ സൈക്ലോയിഡ് സ്റ്റിനോയിഡ് സ്കെയിലാണ്. ഈ വട്ടത്തിൽ മത്തിയിലൊക്കെ ഇങ്ങനെയുള്ള മുരിയാണ് ഉണ്ടാവുക. അപ്പം മത്തിയൊക്കെ തൊലിക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു വെള്ള കളർ ഗ്ലാസ് ലൈക്ക് സ്ട്രക്ചർ, സൈക്ലോയിഡ് സ്കെയിൽ എന്നാണ് വിളിക്കുക. എയർ ബ്ലാഡർ ഉണ്ട് മത്തിക്കൊക്കെ, അവർക്കൊക്കെ മുള്ളാണ്, ബോണി എൻഡോസ്കെലിറ്റൻ ആണ്. ഇനി കോൺട്രിക്തിയസിൽ എന്താണ്? കോൺട്രിക്തിയസിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ചാപ്റ്ററിലെ 5 സ്റ്റാർ ക്വസ്റ്റ്യൻ ആണ്. കോൺട്രിക്തിയസ് എന്ന് പറഞ്ഞാൽ ഗിൽസ് സെപ്പറേറ്റ്, ഗിൽ സ്ലിറ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഗിൽസിന് എന്തില്ല? ഒപ്പർക്കുലം ഇല്ല. ചെകിള കവർ ചെയ്യാൻ ചെകിളൻ്റെ ഒരു ഇതില്ല, മനസ്സിലായില്ലേ? ചെകിള പൂക്കൾ കവർ ചെയ്യാൻ ചെകിള അതിനകത്തില്ല എന്നുള്ളത്. എയർ ബ്ലാഡർ ആബ്സെൻ്റ് ആണ്. കാർട്ടിലേജിനസ് എൻഡോസ്കെലിറ്റൻ ആണ്, സോഫ്റ്റ് ആയിട്ടുള്ള ബോണാണ്. പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്. അപ്പം ഇതാണ് കോൺട്രിക്തിയസും ഓസ്റ്റിക്തിയസും തമ്മിലുള്ള വ്യത്യാസം. അപ്പം സ്രാവിൽ കാണുന്ന മുരി വേറെയാണ്, അതിനകത്ത് പ്ലാക്കോയിഡ് സ്കെയിലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളങ്ങ് മനസ്സിലാക്കി വെക്കുക. സ്രാവിൻ്റെ ശരീരത്തിൽ ഇങ്ങനെയുള്ള മുരികളാണ്, അത് പ്ലാക്കോയിഡ് സ്കെയിലാണ്. മറ്റത് സൈക്ലോയിഡ് സ്കെയിലാണ്. പിന്നെ ബ്ലാഡർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓസ്റ്റിക്തിയസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ കോൺട്രിക്തിയസും നിങ്ങൾ എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ ഇതാണ് പിന്നെ ഈ ചാപ്റ്ററിലെ ഒരു 5 സ്റ്റാർ ക്വസ്റ്റ്യൻ. പോളിപ്പ് ഫോം എന്താണ്, മെഡൂസെ ഫോം എന്താണ് എന്നുള്ള സംഭവം. അപ്പോൾ പോളിപ്പ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഈ കാണുന്ന സിലിണ്ട്രിക്കലായിട്ടുള്ള സംഭവമാണ്.
ഇതാണ് എന്ത് നമ്മുടെ പോളിപ്പ് ഫോം. ഇതാണ് എന്ത് പോളിപ്പ്. ഇത് സിലിണ്ടറേറ്റയിൽ ചില ജീവികൾ ഈ ഫോമിലാണ് കാണുക, ഇങ്ങനെ ഒരിടത്ത് നിൽക്കും. അപ്പോൾ ഇതെന്താണ്, സെസൈലാണ്, ഒരിടത്ത് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന ടൈപ്പാണ്, സിലിണ്ട്രിക്കലാണ്. പിന്നെ ഇവർ അസെക്ഷൽ റിപ്രൊഡക്ഷനാണ്. ഇത് മെഡൂസെ ടൈപ്പാണ്. ഇതിനകത്ത് ഇതെന്ത് ടൈപ്പാണ്, മെഡൂസെ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഇവരെന്താണ്, ഇവർ അംബ്രല ലൈക്കാണ്, ഫ്രീ സ്വിമ്മിങ് ആണ്, ഇവർ സെക്ഷൽ റിപ്രൊഡക്ഷനാണ്. ചില ജീവികൾ എന്ത് കാണാറുണ്ട്, പോളിപ്പ് ഇങ്ങോട്ട് മെഡൂസയാകും അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി, തിരിച്ച് മെഡൂസ എന്താകും, പോളിപ്പാകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മെറ്റാജെനിസിസ് എന്ന് വിളിക്കുക. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതും ഇതിനകത്ത് എന്താണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മെറ്റാജെനിസിസ് ആൻഡ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, അപ്പോൾ ആ സംഭവങ്ങൾ അതിനകത്ത് പഠിച്ചു വെക്കുക. ഇതൊക്കെയാണ്. അപ്പോൾ അത് കാണിക്കുന്ന ജീവി ഒബീലിയാണ്. ഒബീലിയ ചേർന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ഒബീലിയ കുറച്ചാഴ്ച ഭയങ്കര ആക്റ്റീവായിരിക്കും, ഒബീലിയ പിന്നെ കുറച്ചാഴ്ച പിന്നെ ഒബീലിയനെ കാണാണ്ടാവില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഒബീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പോളിപ്പ് ആൻഡ് മെഡൂസ ചോദിക്കാം. പോളിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫസ്റ്റത്തെ ഈ സ്ട്രക്ചറാണ്. ഇതാണെന്ത്, പോളിപ്പ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ, സിലിണ്ടർ പോലെ. അപ്പോൾ പോളിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. പോളിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിലിണ്ടർ പോലെ കാണുന്ന ഈ സ്ട്രക്ചറാണ്. ഇതിനകത്ത് മനസ്സിലായില്ലേ, ഫസ്റ്റത്തത്. അപ്പോൾ പോളിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക ചെയ്യുക എപ്പോഴും. പിന്നെ അത് സിലിണ്ടർ പോലെയാണ്. പിന്നെ അത് എന്താണ്, അസെക്ഷൽ, അതിനകത്ത് എവിടേക്കും പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ലൈംഗികമല്ലാത്ത അസെക്ഷൽ റിപ്രൊഡക്ഷനാണ്. ഇത് എല്ലായിടത്തും കറങ്ങി നടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഇത് അംബ്രേല ലൈക്കാണ്, ഫ്രീ സ്വിമ്മിങ് ആണ്, ഇത് സെക്ഷൽ റിപ്രൊഡക്ഷനാണ് നടത്തുക. അപ്പോൾ ഈ കാറ്റഗറിയിലുള്ള ജീവികളുണ്ട്, ഈ കാറ്റഗറിയിൽ നിൽക്കുന്ന ജീവികളുണ്ട്. ചില ജീവികൾ രണ്ടിലോട്ടും പോകാറുണ്ട്. കുറച്ച് കാലം ഇങ്ങനെ നമ്മൾ പറഞ്ഞിരുന്നു, ഒബീലിയ കുറേ കാലം ഇങ്ങനെ ക്ലാസ്സിൽ മിണ്ടാണ്ടിരിക്കും, പിന്നെ ഒബീലിയനെ കാണത്തേയില്ല, ഒബീലിയ കറങ്ങി നടക്കും. അപ്പോൾ ഒബീലിയ എന്ന് പറയുന്ന ജീവി ഇങ്ങനെയാണ്, ഒബീലിയ ഇതിന്. അപ്പോൾ ഇത് ചില ജീവികൾ പോളിപ്പിൽ നിന്ന് മെഡൂസയിലോട്ട് മാറും, മെഡൂസയിൽ നിന്ന് പോളിപ്പിലോട്ട് മാറും. അങ്ങനെ മാറിക്കളിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജെനിസിസ് എന്ന് വിളിക്കുക. അപ്പം ഇതും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതിനകത്ത് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ പോളിപ്പ്, മെഡൂസെ സംഭവങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് പഠിച്ചു. അപ്പം ഇതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ പോളിപ്പ് ആൻഡ് മെഡൂസെ. പിന്നെ മെഡൂസ എന്താണ്, ഫ്രീ അംബ്രേല ലൈക്ക് ഫോമാണ്, സെക്ഷൽ റിപ്രൊഡക്ഷനാണ്. മെഡൂസ സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി എന്തുണ്ടാകും, പോളിപ്പ് ഉണ്ടാകും. പോളിപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി എന്തുണ്ടാകും, രണ്ടുള്ള ജീവികൾ അങ്ങനെ കാണാറുണ്ട്. അതായത് മെഡൂസ റിപ്രൊഡ്യൂസ് ബൈ അസെക്ഷലാണ്, എന്നിട്ട് മെഡൂസ ഉണ്ടാകും. പോളിപ്പ് എന്ത് ചെയ്യും, അസെക്ഷൽ റിപ്രൊഡക്ഷൻ വഴി മെഡൂസ ഉണ്ടാകും. അത് ആക്ച്വലി അത് രണ്ടും കാണിക്കുന്ന ജീവികളിലാണ് കേട്ടോ. അല്ലെങ്കിൽ പൊതുവേ ഇവരെന്താണ്, അസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അസെക്ഷൽ റിപ്രൊഡക്ഷനാണ് പോളിപ്പ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഹൈഡ്ര. ഇനി മെഡൂസയാണെങ്കിലോ പൊതുവേ ഇവർ സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. രണ്ടും കാണിക്കുന്ന ജീവികളാണെങ്കിൽ ഇവർ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തിയിട്ട് എന്തുണ്ടാകും, പോളിപ്പ് ഉണ്ടാകും. പോളിപ്പ് പിന്നെ അസെക്ഷൽ റിപ്രൊഡക്ഷൻ ഇവർ സെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തും, എന്നിട്ട് പോളിപ്പ് ഉണ്ടാകും. പോളിപ്പ് എന്ത് ചെയ്യും, അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തും, എന്നിട്ട് മെഡൂസ ഉണ്ടാകും. അപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് നടക്കുന്ന ജീവികൾ അങ്ങനെയാണ്, രണ്ടും ഉള്ള ജീവികൾ. ഒറീലിയ, ജെല്ലി ഫിഷ് ഒക്കെയാണ് ഈ മെഡൂസയ്ക്ക് എക്സാമ്പിൾ. ഇവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലായി. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ പോളിപ്പ് ആൻഡ് മെഡൂസ. അപ്പോൾ ഇതിലൊരു 5 സ്റ്റാർ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. അതായത് പോളിപ്പ് ഈ ഫോമാണ്, മെഡൂസ ഈ ഫോമാണ്. രണ്ട് ഫോമിലും ജീവികൾ കറങ്ങി തിരിച്ച് അതിനകത്ത് നടക്കാറുണ്ട്. ചില ജീവികൾ ഈ ഫോമിൽ മാത്രമായിരിക്കും, ഹൈഡ്ര ഒക്കെ ഈ ഫോമിലാണ് കാണുക. ഒറീലിയ, ജെല്ലി ഫിഷ് ഈ ഫോമിലാണ് കാണുക. ഒബീലിയ രണ്ടിലും കാണാറുണ്ട്. ചില സമയത്ത് ഒബീലിയ ഇങ്ങനെ മിണ്ടാണ്ട് അവിടെ പിടിച്ചിരിക്കും, പിന്നെ ഒബീലിയനെ കാണാനേയില്ല, ഒബീലിയ കറങ്ങി നടക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒബീലിയ വീണ്ടും ഇങ്ങനെ തന്നെ ആവും, അങ്ങനെ. അപ്പോൾ ഒബീലിയ എന്താണ്, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് മാറിക്കളിക്കുന്നതാണ്. അപ്പം മാറിക്കളിക്കുന്നതിനെയാണ് മെറ്റാജെനിസിസ് എന്ന് വിളിക്കുക. അതെന്താണ്, സിലിണ്ടറേറ്റകൾ കാണിക്കുന്ന അവരുടെ ലൈഫ് സൈക്കിളിൽ പോളിപ്പും മെഡൂസയും ഇങ്ങനെ മാറി മാറി കളിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മെറ്റാജെനിസിസ് അല്ലെങ്കിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് വിളിക്കുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പൊതുവേ പോളിപ്പ് എന്താണ്, അസെക്ഷൽ റിപ്രൊഡക്ഷനാണ്. കാരണം അത് ഒരിടത്ത് നിൽക്കുകയല്ലേ. അപ്പോൾ അതിനകത്ത് സെക്ഷൽ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അതിനകത്ത് നമുക്ക് ആ ലോജിക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഒരിടത്ത് നിൽക്കുകയാണ്. അപ്പം ഇവിടെ അസെക്ഷൽ റിപ്രൊഡക്ഷനാണ്. എന്നാലോ മെഡൂസ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സെക്ഷൽ റിപ്രൊഡക്ഷനാണ്. അപ്പം ഇത് സെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തിയാൽ പോളിപ്പാണ് ഉണ്ടാവുക.
ഇത് അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തിയിട്ട് മെഡൂസയാണ് ഉണ്ടാവുക. അത് ഏത് ജീവികളിൽ? രണ്ടും കാണുന്ന ജീവികളിൽ. അപ്പം ഒബീലിയ കുറേ കാലം എന്ത് ചെയ്യും? ഓടി നടന്നിട്ട് സെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തി കഴിഞ്ഞിട്ട് പോളിപ്പ് ഉണ്ടാവും. അങ്ങനെ പോളിപ്പ് ഉണ്ടായ പിന്നെ അത് അവിടെ നിൽക്കും. പിന്നെ കുറേ കാലം കഴിഞ്ഞ് അങ്ങനെ മടുക്കുമ്പോൾ അത് അസെക്ഷൽ റിപ്രൊഡക്ഷൻ നടത്തിയിട്ട് എന്തുണ്ടാവും? മെഡൂസ ഉണ്ടായിട്ട് കറങ്ങി നടക്കാൻ പോകും. അങ്ങനെ അതാണ്. അപ്പം ഒബീലിയയുടെ ഇതിനകത്ത് കാര്യങ്ങൾ വളരെ രസകരമാണ്. വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഈസ് പ്രസൻറ്റ്. അത് നമുക്കറിയാം. എക്കൈനോഡെർമേറ്റിൽ എന്താണ്? നമ്മുടെ ശരീരത്തിലൊക്കെ എന്താണ്? രക്തമല്ലേ ഒഴുകുന്നത്. പക്ഷേ സ്റ്റാർ ഫിഷിൻ്റെ ശരീരത്തിൽ എന്തല്ല ഒഴുകുന്നത്? രക്തമല്ല ഒഴുകുന്നത്. അതിലെന്താണ്? കനാലുകളും വെള്ളവും ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് അതാണ് സ്റ്റാർ ഫിഷിൻ്റെ പരിപാടി. സ്റ്റാർ ഫിഷിൽ എന്തുണ്ട്? കുറേ വെള്ളം ഒഴുകുന്ന കനാലുകളൊക്കെയാണ്. അപ്പോൾ അതിനെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്നാണ് അതിനെ വിളിക്കുക. എന്താ വിളിക്കുക? വാട്ടർ വാസ്കുലാർ സിസ്റ്റം. അപ്പം അത് സ്റ്റാർ ഫിഷാണ്. എക്കൈനോഡെർമേറ്റകളിലാണ് ഇത് കാണാറുള്ളത്. അത് നമുക്കറിയാം. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. പിന്നീട് വാട്ടർ വാസ്കുലാർ സിസ്റ്റം അപ്പം നമ്മൾ പറഞ്ഞു സ്റ്റാർ ഫിഷിലാണ്, എക്കൈനോഡെർമേറ്റയിലാണ്. അപ്പോൾ അത് നിങ്ങളതിനകത്ത് ഓക്കെ അല്ലേ? അതും അതിനകത്ത് ഓക്കെയാണ്. പിന്നീട് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ വേർഡ് പറയാനാണ്. പൊതുവേ വാം ബ്ലഡഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂട് രക്തമുള്ള ജീവികൾ. വാം ബ്ലഡഡ് അനിമൽസും ഉണ്ട്. എന്തുണ്ട്? വാം ബ്ലഡഡ് അനിമൽസും ഉണ്ട്. അതിനകത്ത് അവിടെ പോയത് വാം ബ്ലഡഡ് അനിമൽസ്. ഇത് ചാപ്റ്ററിന് എപ്പോഴും ചോദിക്കുന്നതാണ്. വാം ബ്ലഡഡ് അനിമൽസിന് നമ്മൾ എന്താ വിളിക്കുക? ഹോമിയോതെർമസ് അനിമൽസ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? ഹോമിയോതേംസ്. അപ്പം വാം ബ്ലഡഡ് അനിമൽസ് ഹോമിയോതേംസ് ആണ്. പിന്നെ ബോഡി സർഫസ്, അതായത് ഈ വാം ബ്ലഡഡ് അനിമൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി എപ്പോഴും എന്താണ്? ഒരു 37 ഡിഗ്രി എപ്പോഴും ഒരേ ചൂടാണ്. അപ്പോൾ നമ്മുടെ ബോഡി ഇപ്പം പുറത്ത് ഭയങ്കര മഴയാണ്, തണുപ്പാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബോഡി എന്ത് ചെയ്യില്ല? തണുക്കില്ല. നമ്മുടെ ബോഡി എപ്പോഴും 37 നിലനിർത്താനാണ് നോക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഹോമിയോതെർമസ്. എന്നാൽ മത്സ്യങ്ങളൊന്നും അങ്ങനെയല്ല. മത്സ്യങ്ങൾക്കൊക്കെ എന്താണ്? പുറത്ത് തണുപ്പ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? അതിനോട് അഡാപ്റ്റ് ചെയ്യേണ്ടി വരും. അവരുടെ ശരീരത്തിന് കൃത്യമായ ഒരു ചൂട് നിലനിർത്താനുള്ള കഴിവില്ല. അപ്പം പുറത്ത് തണുപ്പ് വന്നാൽ അവരുടെ ശരീരവും എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അതിനകത്ത് തണുപ്പിലോട്ട് പോകും. അപ്പം വാം ബ്ലഡഡ് അനിമൽസ് ആണ് നമ്മളൊക്കെ. അവരേതാണ്? അവർ പൊയ്ക്കിലോതേംസ് ആണ്. അവരെന്താണ്? കോൾഡ് ബ്ലഡഡ് അനിമൽസ് ആണ്, പൊയ്ക്കിലോതേം. അപ്പോൾ ആരൊക്കെയാണ് വാം ബ്ലഡഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേർഡ്സും ഹ്യൂമൻ മാമൽസുമാണ്. ബേർഡ്സ് ആൻഡ് മാമൽസ്. ബാക്കിയെല്ലാം പൊയ്ക്കിലോതേമാണ്, കോൾഡ് ബ്ലഡഡ് ആണ്. പിന്നെ ബോഡിയിൽ പല പല സെഗ്മെൻറ്റുകൾ കാണുന്നത്. ഇപ്പം നമുക്കറിയാം മണ്ണിര ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകളുണ്ട് ശരീരത്തിൽ. അപ്പോൾ ശരീരത്തിൽ കമ്പാർട്ട്മെൻറ്റുകൾ കാണുന്ന ജീവികൾ അതിന് എന്താ പേര് എന്നാണ്. അതിന് നമ്മൾ ദ ബോഡി സർഫസ് ഈസ് ഡിസ്റ്റിങ്ക്ട്ലി മാർക്ക്ഡ് ഔട്ട് ഇൻ ടു സെഗ്മെൻറ്റ്സ്. ബോഡി കഷ്ണങ്ങളായി മാറുക. അപ്പോൾ ആ ഫിനോമിനനാണ് ചോദിച്ചതെങ്കിൽ മെറ്റാമറിസം എന്നാണ് വിളിക്കുക. ആ കഷ്ണങ്ങളെ നമ്മൾ മെറ്റാമീസ് എന്നാണ് വിളിക്കുക. മെറ്റാമേഴ്സ്. അപ്പം മെറ്റാമീസ്. അപ്പം മെറ്റാമറിസം എന്നാണ് അതിനെ വിളിക്കുക. അതായത് ബോഡിയിൽ ഒരുപാട് കമ്പാർട്ട്മെൻറ്റുകൾ. മണ്ണിരക്ക് അതിനകത്ത് 100ഓളം കമ്പാർട്ട്മെൻറ്റുകളുണ്ട് നമ്മുടെ മണ്ണിരയുടെ ശരീരത്തിൽ. അപ്പോൾ അങ്ങനെ കമ്പാർട്ട്മെൻറ്റുകളുള്ള ജീവികളെയാണ്, ആ കമ്പാർട്ട്മെൻറ്റുകൾ കാണുന്ന സംഭവമാണ് മെറ്റാമറിസം. ഇനി ഒരു ജീവിക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ജീവികളെയാണ് ആ പ്രോപ്പർട്ടിയാണ് ബയോലൂമിനസെൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ആരാണ് ഈ ബയോലൂമിനസെൻസ് എന്ന് പറഞ്ഞാൽ? നേരത്തെ നമ്മളൊരു സുന്ദരിയെ കണ്ടിരുന്നു, ചീർപ്പും വെച്ച് നടക്കുന്ന ഒരു സുന്ദരി. അപ്പം ചീർപ്പും വെച്ച് ചീകിക്കൊണ്ട് മുടിയൊക്കെ നല്ല നീട്ടി വളർത്തുന്ന ഒരു ആളെ കണ്ടിരുന്നു. അയാളുടെ പേരാണ് പ്ലൂറോബ്രാക്കിയ. ആരാണ്? പ്ലൂറോബ്രാക്കിയ. അപ്പോൾ ഈ പ്ലൂറോബ്രാക്കിയയിൽ ഇതിനകത്ത് ഇങ്ങനെ ചീർപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് ഇത് വാരാനല്ല, ഇതിനകത്ത് എന്താണ്? ഇത് നടക്കാനാണ് ഈ ചീർപ്പ്. മനസ്സിലായില്ലേ? എല്ലാവരും ചീർപ്പ് കൊണ്ട് എന്താണ്? വാരാനാണ്. തല വാരാനാണെങ്കിൽ ഇതിനകത്ത് മുടി ഉണ്ടെങ്കിൽ ഇത് മുടിയൊന്നും വാരുന്ന പരിപാടിയില്ല. ഇതുകൊണ്ട് എന്താണ്? നടക്കാൻ, ഇതിൻ്റെ ലോക്കോമോഷനാണ് ഇത്. മനസ്സിലായില്ലേ? ഇതിന് മറ്റൊരു പരിപാടിയുണ്ട്. ഇത് നല്ല ലൈറ്റ് എമിറ്റ് ചെയ്യും, ബയോലൂമിനസെൻസ്. അപ്പോൾ ടിനോഫോറുകളാണ് എന്ത് കാണിക്കാറുള്ളത്? ലൈറ്റ് എമിറ്റ് ചെയ്യാറുള്ളത്. ദ പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം ടു എമിറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ബയോലൂമിനസെൻസ് എന്ന് വിളിക്കുക. പിന്നെ ആണും പെണ്ണും, ചില ജീവികളിൽ ആണും പെണ്ണും എന്നുള്ള വകഭേദം ഉണ്ടാകില്ല. അപ്പം മണ്ണിരയിലൊക്കെ എന്താണ്? മണ്ണിരയിൽ കുറേ കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അതിൽ കുറച്ച് കമ്പാർട്ട്മെൻറ്റ് എന്താണ്? ആണിൻ്റെ ഭാഗങ്ങളാണ്. കുറച്ച് കമ്പാർട്ട്മെൻറ്റ് എന്താണ്? ഫീമെയിൽ ഭാഗങ്ങളാണ്.
അപ്പം ഇങ്ങനെ ഇത്തരത്തിൽ ഇതിനകത്ത് കമ്പാർട്ട്മെൻറ്റുകൾ മെയിൽ ആൻഡ് ഫീമെയിൽ കമ്പാർട്ട്മെൻറ്റുകൾ കാണുന്ന ജീവികളെ ഒരുമിച്ച് തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്ട് ഒരു ജീവികൾ കാണുമെങ്കിൽ അത്തരം ജീവികളെയാണ് നമ്മൾ ഹെർമാഫ്രോഡൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഹെർമാഫ്രോഡൈറ്റ്. മനസ്സിലായില്ലേ? അപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്, ഹെർമാഫ്രോഡൈറ്റ്. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നീട് നമ്മളതിനകത്ത് കാണുന്ന ജീവികളാണ് അപ്പോൾ ഇത് നമ്മളതിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റ്. അപ്പം ഇതിനകത്ത് മാച്ച് ദ ഫോളോയിങ്ങിൽ പിന്നെ വരുന്നത് നമുക്കറിയാം റാഡുല എന്ന് പറഞ്ഞാൽ ആരാണ്? റാഡുല എന്ന് പറഞ്ഞാൽ ഒച്ചിൻ്റെ വായിലെ പല്ലാണ്. അപ്പം അത് ഏതിലാണ്? റാഡുല എന്ന് പറഞ്ഞാൽ ഒച്ചിൻ്റെ വായിലെ പല്ലാണ്. റാഡുല ഇതിൽ കാണുന്നത് സൈക്കൺ സ്പോഞ്ചാണ്, ഹൈഡ്ര സിലിൻഡ്രേറ്റ് ആണ്, ഇക്കോസ് എന്ന് പറഞ്ഞാൽ കുതിര മാമലാണ്. അപ്പോൾ റാഡുല പിന്നെ നമുക്കറിയാം മൊളുസ്കാണ്, ലോലിഗോ ആണ്. ലോലിഗോ എന്ന് പറഞ്ഞാൽ സ്ക്വിഡ് എന്നാണ് ഇതിനെ വിളിക്കുക. മനസ്സിലായില്ലേ? അപ്പം റാഡുല കാണുന്നത് ഒച്ചു പോലുള്ള ആ ഒരു കാറ്റഗറിയിൽ മൊളുസ്കിൽ വരുന്ന ലോലിഗോയിലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയാണ്, നമ്മുടെ ചെവിക്കുട. അത് കാണുന്നത് കുതിരയിലാണ്. ഇക്വസ് അത് മാമൽസിലാണ് കാണുക. ഓസ്കുലം എന്ന് പറഞ്ഞാൽ സ്പോഞ്ചിലൊക്കെ കാണുന്ന വെള്ളം വരാൻ വേണ്ടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ് ഓസ്കുലം. അപ്പം ഓസ്കുലത്തിലൂടെ അതിനകത്ത് അപ്പം സ്പോഞ്ചിൽ കാണുന്ന വെള്ളം വരുന്ന സംഭവമാണ്. അപ്പോൾ ഓസ്റ്റിയയിലൂടെ വെള്ളം കയറിയിട്ട് ഓസ്കുലത്തിലൂടെ വെള്ളം എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അപ്പം ഇതിനകത്ത് സ്പോഞ്ചിന് അതിനകത്ത് വെള്ളം കയറുന്ന ഭാഗമാണ്. അപ്പോൾ ഓസ്റ്റിയ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശരീരത്തിൽ ചെറിയ ചെറിയ ഓട്ടകൾ ഉണ്ടാവും സ്പോഞ്ചിൽ. അതിലൂടെ വെള്ളം കയറും അതിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ആ വെള്ളം എന്ത് ചെയ്യും? ഓസ്കുലം. അപ്പോൾ അതിൻ്റെ മെയിൻ ഓപ്പണിംഗ് ആണ് ഓസ്കുലം. അപ്പോൾ അത് സൈക്കിളിലാണ് കാണുക. സ്പോഞ്ചിൻ്റെ എക്സാമ്പിളാണ് എന്ത്? സൈക്കണും സ്കൈഫയും ഒക്കെ. അതുപോലെ യൂസ്പോഞ്ചിയ, സ്പോഞ്ചില്ല ഒക്കെ. അപ്പം അത് നമുക്കറിയാം. പിന്നെ ഹൈപ്പോസ്റ്റോം കാണുന്നത് സിലിൻഡ്രേറ്റയിലാണ്. സിലിൻഡ്രേറ്റയിലാണ് ഹൈപ്പോസ്റ്റോം, ഹൈഡ്രയിലാണ് കാണുക. ഹൈപ്പോസ്റ്റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൗത്ത് എന്താണ്? മൗത്ത് ഈ ഹൈഡ്രയ്ക്ക് അതിൻ്റെ മുടികൾ ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് താന്നിട്ട് ഇവരുടെ മൗത്ത് ഭാഗം ഇതിനെയാണ് നമ്മൾ ഹൈപ്പോസ്റ്റോം എന്ന് വിളിക്കുക. ഹൈപ്പോസ്റ്റോം. അപ്പോൾ അത് കാണുന്നത് സിലിൻഡ്രേറ്റകളിലാണ്. അപ്പോൾ ഹൈഡ്രയിലൊക്കെയാണ് എന്ത് ചെയ്യുക? ഹൈപ്പോസ്റ്റോം കാണാറുള്ളത്. അപ്പം അതും അതിനകത്ത് നമ്മൾ പറഞ്ഞു. പിന്നെ ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് റേഡിയൽ സിമെട്രി. ഇത് ഏത് സിമെട്രിയാണ്? ഈ ജീവിയെ എല്ലാ രീതിയിലും കട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റാർ ഫിഷിനകത്ത് എന്ത് ചെയ്യുക? ഒരു സ്റ്റാർ ആവുമ്പോൾ അതിനകത്ത് ഇങ്ങനെ എല്ലാ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈക്വൽ സ്റ്റാറുകൾ കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇവിടെയും. അപ്പോൾ ഈക്വൽ ഹാഫ് കിട്ടുന്നുണ്ട്. ഇനി ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈക്വൽ കിട്ടുന്നുണ്ട്. അതായത് സിമ്മട്രി ഉള്ള ജീവികളാണ് എന്ത്? റേഡിയൽ സിമ്മട്രി. അപ്പം റേഡിയൽ സിമ്മട്രി കാണിക്കുന്ന ഫൈലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് എക്കൈനോഡെർമേറ്റയാണ്. മറ്റൊന്ന് മറ്റൊന്ന് എന്താണ്? നമ്മുടെ ടിനോഫോറ. ആ ബോൾ പോലുള്ള ജീവി. അതിനെങ്ങനെയും കട്ട് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഒരു ബോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഹാഫ് കിട്ടൂലേ? അപ്പോൾ എക്കൈനോഡെർമേറ്റ, ടിനോഫോറ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ബോൾ പോലുള്ള ജീവിയെ കണ്ടിരുന്നു. അതും എന്താണ്? സിമ്മട്രിയാണ്, റേഡിയൽ സിമ്മട്രിയാണ്. പിന്നെ സിലിൻഡ്രേറ്റ, ഹൈഡ്ര പോലുള്ള ജീവികൾ, അവരും എന്താണ്? റേഡിയൽ സിമ്മട്രി കാണിക്കും. അപ്പോൾ റേഡിയൽ സിമ്മട്രി കാണിക്കുന്ന ജീവികളാണ് CCE എന്നാണ് കോഡ്. അപ്പോൾ ഈ CCE എന്ന് പറഞ്ഞാൽ എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും കണ്ടോ ഇവിടെ ഈ സിയെ നമ്മൾ കട്ട് ചെയ്താൽ സി അപ്പുറത്തൊരു കഷ്ണം ഇപ്പുറത്തൊരു കഷ്ണം, കട്ട് ചെയ്താലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കോഡും അങ്ങനെ തന്നെയാണ്. CCE, സിലിൻഡ്രേറ്റ, ടിനോഫോറ, എക്കൈനോഡെർമേറ്റ. അപ്പം ഇവർ എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഹാഫ് കിട്ടുമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ CCE, സിലിൻഡ്രേറ്റ, ടിനോഫോറ, എക്കൈനോഡെർമേറ്റ. ഇത് ഏത് സിമ്മട്രിയാണെന്ന് ചോദിക്കും. ഇത് റേഡിയൽ സിമ്മട്രിയാണ്. ഇത് ഏത് സിമ്മട്രിയാണ്? റേഡിയൽ സിമ്മട്രിയാണ്. പിന്നെ ഇത് കാണുന്ന ഫൈലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഫൈലമാണ് ഇവിടെ പറയാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ഫൈലം കൂടി ഉണ്ട്. അതേതാണ്? സിലിൻഡ്രേറ്റയാണ്. അപ്പം റേഡിയൽ സിമ്മട്രിയാണ്. അപ്പോൾ ഈ പിക്ചർ ചോദിച്ചിട്ട് നിങ്ങളോട് ചോദിക്കും ദിസ് ഈസ് വിച്ച് സിമ്മട്രി ആൻഡ് ഏതൊക്കെ ഫൈലമാണ് ഇത് കാണിക്കുന്നത്. പിന്നെ നിങ്ങൾക്കതിനകത്ത് നിന്ന് പൊയ്ക്കിലോതെർമസ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. പൊയ്ക്കിലോതെർമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊയ്ക്കിലോതെർമസ് എന്ന് പറഞ്ഞാൽ തണുത്ത രക്തം, കോൾഡ് ബ്ലഡ് ഉള്ളവരാണ്. അപ്പോൾ അത് നമുക്കറിയാം. ഇതിലിപ്പം പക്ഷികൾക്കും മാമൽസിനും മാത്രമേ നമുക്ക് എന്തുള്ളൂ? ഏത് രക്തമുള്ളൂ? നമ്മുടെ പക്ഷികൾക്കും മാമൽസിനും മാത്രമേ എന്തുള്ളൂ? ചൂട് രക്തമുള്ളൂ, വാം ബ്ലഡഡ് ആനിമൽസ്. നമുക്കറിയാം
പക്ഷികളും മാമൽസും. അപ്പോൾ കോർവസ് എന്ന് പറഞ്ഞാൽ കാക്കയാണ്, കാക്ക പക്ഷിയാണ്, അപ്പോൾ അത് ചൂട് രക്തമാണ്. ഫെലിസ് എന്ന് പറഞ്ഞാൽ പൂച്ചയാണ്, അതൊരു മാമലാണ്, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്ത് വളർത്തുന്ന ജീവിയാണ് പൂച്ച, അപ്പം അത് ചൂട് രക്തമാണ്. അപ്പം റാണ തവളയാണ്, തവള എന്തല്ല അത് തണുത്ത രക്തമാണ്. കലോട്ടസ് അതിനകത്ത് നമ്മുടെ എന്താ പറയുക ഓന്ത് കാറ്റഗറിയിലൊക്കെ വരുന്ന അതും എന്തല്ല ചൂട് രക്തമല്ല. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇപ്പോൾ ഇത് പൊയ്ക്കിലോതെർമസ് ആണ്, തണുത്ത രക്തമുള്ളവരാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ തണുത്ത രക്തമുള്ളത് തവളയ്ക്ക്, കോൾഡ് ബ്ലഡ് തണുത്ത രക്തം ഉദ്ദേശിച്ചത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവില്ല, അതായത് പ്രത്യേക ടെമ്പറേച്ചർ ഇല്ല എന്നുള്ളതാണ്. കലോട്ടസ് അതും അതാണ്. പിന്നെ സ്രാവിനും അങ്ങനെ തന്നെയാണ്. മക്കാക്ക എന്ന് പറഞ്ഞാൽ മങ്കിയാണ്, അപ്പോൾ മങ്കിക്ക് അങ്ങനെയല്ല, മങ്കിക്ക് ഒരു ടെമ്പറേച്ചർ ചൂടുണ്ട്, മങ്കി ഇതിൽ പെടില്ല. പക്ഷി കാക്ക പെടില്ല, പൂച്ച പെടില്ല. പിന്നെ ഇപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ കടൽ കുതിരയാണ്, അതൊരു ഫിഷാണ്, അതും എന്ത് ചെയ്യില്ല, അതും ഇതിനകത്ത് പെടും, തണുത്ത കോൾഡ് ബ്ലഡഡ് ആണ്, പൊയ്ക്കിലോതെർമാണ്. പാവോ എന്ന് പറഞ്ഞാൽ മയിലാണ്, മയിലും ഇതിനകത്ത് എന്ത് ചെയ്യില്ല, മയിൽ ചൂട് രക്തമാണ്, അപ്പോൾ അതിനകത്ത് പെടില്ല, വാം ബ്ലഡാണ്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ പൊയ്ക്കിലോ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാണ, കലോട്ടസ്, കൊളിയോഡോൺ, ഹിപ്പോ ക്യാമ്പസ്. കൊളിയോഡോൺ എന്ന് പറഞ്ഞാൽ സ്രാവാണ്. അപ്പം ഇത്രയും ജീവികളാണ് ഇതിനകത്ത്. ഓക്കെ അല്ലേ? അപ്പം ഇത് നിങ്ങളതിനകത്ത് പഠിച്ചു വെക്കണം. അപ്പം ഇതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും പഠിച്ചു വെക്കേണ്ട സംഭവങ്ങളാണ്. പിന്നീട് ഐഡൻറ്റിഫൈ ദ ഫൈലം ഫ്രം ക്യാരക്ടറിസ് ഗിവൺ ബിലോ. ഇതിനകത്ത് താഴെ ഏതൊക്കെയാണെന്ന് പിന്നീട് ഇതിനകത്ത് ചോദ്യം എന്ന് പറഞ്ഞാൽ കോംബോ പ്ലേറ്റ് ഏതിലാണ് കാണുക? കോംബോ പ്ലേറ്റ് നമുക്കറിയാം ടിനോഫോറയിലാണ് കാണുക. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, മാറി മാറി കളിക്കുന്നത് ഏതാണ്? സിലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ, അതിൻ്റെ മറ്റൊരു പേരാണ് നിഡേറിയ. വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സ്റ്റാർ ഫിഷാണ്, എക്കൈനോഡെർമേറ്റയിലാണ്. പിന്നെ പ്രബോസിസ്, കോളാർ ആൻഡ് ട്രങ്ക് കാണുന്നത് നമ്മുടെ ഹെമി കോർഡേറ്റ എന്ന് പറയുന്ന സ്റ്റോമോകോഡൊക്കെ കാണുന്ന നോട്ടോകോഡിന് പകരം റൊഡിമെൻ്ററി സ്ട്രക്ചർ കാൾഡ് സ്റ്റോമോകോഡുള്ള വേം ലൈക്ക് അനിമൽസ് ആണ് അതിനകത്ത് ഹെമി കോർഡേറ്റ. അതിനകത്ത് പെടുന്നതാണ് ബാലനോഗ്ലോസസും സാക്കോഗ്ലോസസും. അപ്പം അത് ബാലനെ ചാക്കിലിട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹെമി കോർഡേറ്റയാണ്. അപ്പം അവരിലാണ് ഈ പ്രബോസിസ് ഒക്കെ കാണുന്നത്. അപ്പം അവരുടെ ബോഡിക്ക് എന്തുണ്ട്, ഒരു പ്രബോസിസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, പിന്നെ ട്രങ്ക് ഉണ്ട്, പിന്നെ ഒരു കോളർ റീജിയൻ ഉണ്ട്. കോളർ റീജിയനിലാണ് ഇങ്ങനെ തുറന്ന് കിടന്നിട്ട് അപ്പം ഈ ഒരു ഹെമി കോർഡേറ്റൊക്കെ എന്തുണ്ട്, പ്രബോസിസ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കോളാർ പോലെ ഒരു റീജിയൻ ഉണ്ട്, അവിടെയാണ് നമ്മൾ ഇതിനകത്ത് സ്റ്റോമോകോഡ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നത്. പിന്നെ അവർക്ക് എന്തുണ്ട്, ഒരു ട്രങ്ക് റീജിയൻ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള അനിമൽസാണ് എന്ത്, ഹെമി കോഡേറ്റുകൾ. അപ്പോൾ ഇതാണ് അവരുടെ സ്റ്റോമോകോഡ്. അപ്പം ഇതൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബോഡി കൺസിസ്റ്റ് ഓഫ് പ്രബോസിസ്, കോളാർ, ട്രങ്ക്. അപ്പം ഇങ്ങനെയുള്ള ജീവികൾ ഏതിലാണ് കാണുന്നത് വെച്ചാൽ ഹെമി കോഡേറ്റയാണ് അവരുടെ ഫൈലം. അപ്പം അതൊക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ബാക്കി ഇതിനകത്ത് ഇപ്പോൾ ഹെമി കോഡേറ്റ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മാറി മാറി കളിക്കുന്ന ഒബീലിയ, ആൾട്ടർനേഷൻ അത് സിലിൻഡ്രേറ്റയാണ്. അപ്പം അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ചീർപ്പുള്ളത് ടിനോഫോറയിലാണ്. അപ്പം ഈ അനിമൽ കിങ്ഡം ഒന്നും അവസാന നിമിഷം പഠിച്ചാൽ അങ്ങോട്ട് എന്ത് ചെയ്യില്ല, എത്തില്ല. ഓൾറെഡി പഠിച്ച് റിവൈസ് ചെയ്ത ആളുകൾക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനൊക്കെ കംപ്ലീറ്റ് ആൻസർ കിട്ടത്തുള്ളൂ. കാരണം ഇതൊക്കെ ഒരുപാട് എന്ത് ചെയ്യും, പെട്ടെന്ന് അങ്ങ് മറന്നു പോകും. അസീലോമേറ്റ് അനിമൽസ്, ഇവർക്ക് എന്തില്ല, സീലോം ഇല്ല. പ്ലാറ്റി ഹെൽമിന്തസ്, പ്ലനേറിയ ഒക്കെയാണ്. സ്യൂഡോ സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ സീലോം കാണും. ആഷി ഹെൽമിന്തസ് ആണ്. അതായത് ചില ജീവികൾ ജനിച്ച് വളരുമ്പോൾ ശരീരത്തിന് എന്തുണ്ടാവും, നമ്മളൊക്കെ ജനിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് 3 പാളികൾ ഉണ്ടാകും. നമ്മളിപ്പം ഇങ്ങനെ നീളത്തിലാണല്ലോ. അപ്പോൾ നമ്മുടെ പുറത്തെ പാളി എന്താണ്, എക്ടോഡേമാണ്. പിന്നെ നമ്മുടെ ഉള്ളിൽ വയറൊക്കെ പോകുന്ന ട്യൂബ് സംഭവങ്ങളുണ്ട്, എൻഡോഡേം ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തുണ്ട്, അവയവങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ഇപ്പോൾ ലങ്സ്, കിഡ്നി ഒക്കെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ്. അപ്പോൾ ആ സ്പേസിനെയാണ് സീലോം എന്ന് വിളിക്കുക. അപ്പോൾ നമുക്കൊക്കെ എന്തുണ്ട്, അവയവങ്ങൾ വെക്കാൻ കൃത്യമായ സ്ഥലമുണ്ട് ബോഡിയുടെ ഉള്ളിൽ. ആ സ്പേസാണ് സീലോം. അങ്ങനെ ഉള്ള ജീവികളാണ് സീലോമേറ്റ് ജീവികൾ. എന്തുണ്ട്, സീലോമേറ്റ് ജീവികൾ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എന്തുണ്ട്, നമുക്ക് പുറത്തൊരു തൊലി കവറിങ് കാര്യങ്ങളുണ്ട്, ഉള്ളിൽ നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ പോകുന്ന ട്യൂബ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് എൻഡോഡേമാണ്, ഇത് എക്ടോഡേമാണ്. നടുക്ക് എന്തുണ്ട്, ഒരു ലെയറുണ്ട്, മീസോഡേമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റായി കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസാണ് എന്ത്, അവയവങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം.
നമ്മുടെ കിഡ്നി ലിവറൊക്കെ ഇരിക്കുന്നത് സീലോമിലാണ്. ഈ അവയവങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ബോഡിയിലുള്ള സ്പേസിനെയാണ് എന്ത് പറയുന്നത്? സീലോം എന്ന് പറയുന്നത്. അതുള്ള ജീവികളെ നമ്മൾ എന്താ വിളിക്കുക? സീലോമേറ്റ് എന്നാണ് വിളിക്കുക. അതില്ലെങ്കിലോ ആബ്സെൻ്റ് ആണ്, എ സീലോമേറ്റ് ആണ്. അപ്പം ചില ജീവികൾക്ക് അങ്ങനെ അവയവങ്ങൾ വെക്കാൻ ബോഡിയിൽ സ്ഥലമൊന്നുമില്ല, കാരണം അവർക്ക് അധികം അവയവങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് ജീവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാറ്റി ഹെൽമിന്തസ് ഒക്കെ അതിന് താഴെയുള്ള ജീവികൾ, അതായത് സ്പോഞ്ച്, പോരിഫറ. ഫസ്റ്റ് ഫൈലം ഏതാണ്? പോരിഫറ. അവർക്ക് അതിനകത്ത് ബോഡിയിൽ എന്തില്ല? അവയവങ്ങളൊന്നും അവയവങ്ങളില്ല അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് വെക്കാൻ സ്ഥലം വേണ്ട. പിന്നെ സീലിൻഡ്രേറ്റുകൾക്കാണെങ്കിലും ബോഡിയിൽ എന്തില്ല? അവയവങ്ങളൊന്നുമില്ല, കോശങ്ങളും കലകളൊക്കെ ഉള്ളൂ, ഒരു ഓർഗനൊന്നുമില്ല. അപ്പോൾ സീലിൻഡ്രേറ്റുകൾക്കും അത് വേണ്ട. പിന്നെ പ്ലാറ്റി ഹെൽമിന്തസിലാണ് ശരിക്ക് ചെറുതായിട്ടൊരു അവയവം വരുന്നത്, ഫ്ലെയിം സെല്ല്. അപ്പം എന്നിരുന്നാലും അതിനെന്തില്ല? ബോഡിയിൽ അവയവം വെക്കാൻ സ്പേസ് ഒന്നുമില്ല, സീലോമില്ല. അപ്പോൾ ഇവരൊക്കെ അസീലോമേറ്റുകളാണ്. ഇനി മറ്റൊരു ജീവി, അടുത്ത തലത്തിലോട്ട് പോകുമ്പോഴുള്ള ജീവിയാണ് ആഷെൽമിന്തസ്. അടുത്ത തലത്തിലോട്ട് പോകുമ്പോൾ ഉള്ള ജീവിയാണ് എന്ത്? ആഷെൽമിന്തസ്. ആഷെൽമിന്തസിലെ ബോഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പേസ് കാണും. മനസ്സിലായില്ലേ? ഫുൾ കറക്റ്റ് സ്പേസ് ഇല്ല അവിടെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്യൂഡോസീലോം, ഫാൾസ് സീലോം എന്ന് വിളിക്കുക. ബോഡിയിൽ എന്തില്ല? കംപ്ലീറ്റ് സ്പേസ് ഇങ്ങനെ നീളത്തിലില്ല, അവിടെ ഇവിടെയൊക്കെ പൗച്ചുകൾ ഇങ്ങനെ കാണും, സ്യൂഡോസീലോം. അപ്പോൾ അത് കാണുന്നത് ആഷെൽമിന്തസിലാണ്. അസ്കാരിയാസിസ്, അതുപോലെ തന്നെ ഫൈലേറിയാസിസ്, നമ്മുടെ ബുച്ചറേറിയ, ആങ്കൈലോസ്റ്റോമ, അതിലൊക്കെയാണ് ഇത് കാണുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് പിന്നെ സീലോമേറ്റ്. പിന്നെ ബാക്കി എല്ലാ ജീവികളും അനലിഡ തൊട്ട് അങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ എന്താ പറയുക, ആഷെൽമിന്തസ് തൊട്ട് പിന്നെ അങ്ങോട്ടേക്കെല്ലാം സീലോമുള്ള ജീവികളാണ്. ബോഡിക്ക് എന്തുണ്ട്? കൃത്യമായ സ്പേസ് ഉണ്ട്. അപ്പം ആർത്രോപോഡ തൊട്ട് അങ്ങോട്ടേക്കെല്ലാം പിന്നെ ആ ഒരു കാറ്റഗറിയാണ്. ദെൻ അനലിഡ, ആർത്രോപോഡ, അവരത് തൊട്ട് അങ്ങോട്ടേക്കല്ല. ഓക്കെ. അപ്പം അതിനകത്ത് നമ്മൾ അപ്പോൾ അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് അസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ ബോഡിയിൽ ഒരു സ്പേസ് ഇല്ല, സീലോം ആബ്സെൻ്റ് ആണ്. പ്ലാറ്റി ഹെൽമിന്തസ് എക്സാമ്പിൾ പ്ലനേറിയ. ദെൻ സീഡോസീലോമേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട്. സ്കാറ്റേർഡ് പൗച്ചസ്, മീസോഡയം പ്രസൻറ്റ സ്കാറ്റേർഡ് പൗച്ചസ് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക, അവിടെ ഇവിടേക്ക്. അപ്പോൾ എക്സാമ്പിൾ അതിനകത്ത് ഒരുപാടുണ്ട്. ബുച്ചറേറിയ, അതുപോലെ തന്നെ വേറെയും ആങ്കൈലോസ്റ്റോമ, അതുപോലെ തന്നെ അസ്കാരിയാസിസ്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒന്ന് പറയാം. അങ്ങനെ എല്ലാത്തിനും എക്സാമ്പിൾ എന്ത് ചെയ്യണം? അനിമൽ കിങ്ഡത്തിൽ പഠിക്കണം. ഇനി മെൻഷൻ 2 ഫങ്ഷൻസ് ഓഫ് ദ ഫോളോയിങ്. താഴെ പറയുന്ന ഫങ്ഷൻസ് പറയാനാണ്. ഗിൽസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗിൽസ് റെസ്പിറേഷനും ഉണ്ട്, ശ്വസിക്കാനും ഉപയോഗിക്കും, അതുപോലെ ബോഡിയിലെ വേസ്റ്റ് റിമൂവ് ചെയ്യാനും ഉപയോഗിക്കും. അപ്പോൾ റെസ്പിറേറ്ററി ആൻഡ് എക്സ്ക്രീറ്ററി ഫങ്ഷന് ഗിൽസിനുണ്ട്. പിന്നെ പ്ലാറ്റി ഹെൽമിന്തസിലെ ഫ്ലെയിം സെൽസ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്ക്രീറ്ററി ഫങ്ഷനാണ്. ബോഡിയിലെ വേസ്റ്റ് റിമൂവ് ചെയ്യാനാണ് എന്ത്? പ്ലാറ്റി ഹെൽമിന്തസിലെ ഫ്ലെയിം സെല്ല്. പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഒരു ജീവിയിലുള്ള അവയവമാണ് എന്ത്? ഫ്ലെയിം സെല്ല്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡിയിലെ വേസ്റ്റുകൾ കളയാനാണ്, എക്സ്ക്രീഷനാണ്. അതുപോലെ തന്നെ ബോഡിയിലെ അയോണുകളുടെ കൺട്രോളും ഉണ്ട്, ഓസ്മോ റെഗുലേഷൻ എന്ന് വിളിക്കും, അതും അതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് എന്ത്? ഗിൽസ് ഇൻ മൊളുസ്ക. ഇനി ഇതിനകത്ത് മറ്റൊരു ചോദ്യം ഇതാണ്. കമൻറ്റ് ഓൺ സിമട്രി ഓഫ് ഫൈലം പോരിഫറ ആൻഡ് ഫൈലം എക്കൈനോഡെർമേറ്റ. നെയിം ദ സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് ഫുഡ് ഇൻ മെമ്പേഴ്സ് ഓഫ് ദിസ് ഫൈലം. അപ്പം ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഇത് ഏത് സിമ്മട്രിയാണ്? സ്പോഞ്ചിൻ്റെ സിമ്മട്രി ഏതാണ്? പോരിഫറ എന്ന് പറഞ്ഞാൽ സ്പോഞ്ചുകളാണ്, ഫസ്റ്റ് കാറ്റഗറി ഫൈലമാണ്. സ്പോഞ്ചിൽ എന്തില്ല? കറക്റ്റ് ഒരു സിമ്മട്രി ഇല്ല, അവർ അസിമെട്രിക് ആണ്. സ്പോഞ്ച് എന്താണ്? അസിമെട്രിക് ആണ്. എക്കൈനോഡെർമേറ്റ എന്താണ്? സ്റ്റാർഫിഷ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും 2 ഹാഫ് കിട്ടും. അപ്പോൾ അത് റേഡിയൽ സിമെട്രിയാണ്. അവരെന്ത് സിമെട്രിയാണ്? റേഡിയൽ സിമെട്രിയാണ്. പിന്നെ അവരിലുള്ള ഫുഡ് ട്രാൻസ്പോർട്ട് നമുക്കറിയാം. പോരിഫറയിൽ എന്താണ്? വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ്. പക്ഷേ എക്കൈനോഡെർമേറ്റയിൽ എന്താണ്? വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ്. അതായത് ഇത് രണ്ടും വ്യത്യസ്തമാണ്. സ്പോഞ്ചിൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോഞ്ചിൽ ഇങ്ങനെ അതിൻ്റെ അകത്ത് ഓപ്പണിംഗ് ആണ്, ശരീരത്തിലൊക്കെ എന്താണ് ഇങ്ങനെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൂടെ വെള്ളം കയറിയിട്ട് ഈ മെയിൻ ഓപ്പണിംഗ് ഇതിലൂടെ എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വാട്ടർ കനാൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് കാൾഡ് വാട്ടർ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നും വിളിക്കാറുണ്ട്. വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റം. അപ്പം ഇതിലാകെ ഇതാണ്. പക്ഷേ നമ്മുടെ സ്റ്റാർ ഫിഷിൽ നമുക്കറിയാം
സ്റ്റാർ ഫിഷിൽ ഇങ്ങനെയല്ല. സ്റ്റാർ ഫിഷിൽ കുറേ പൈപ്പും പമ്പും കുഴലും ഒക്കെ ഉണ്ട്. അതിൽ രക്തത്തിന് പകരം എന്താണ് ഒഴുകുന്നത്? വാട്ടറാണ് ഒഴുകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനെ വാട്ടർ വാസ്കുലാർ സിസ്റ്റം എന്നാണ് വിളിക്കുക. ആ സിസ്റ്റം എന്താണ്? വാട്ടർ വാസ്കുലാർ എന്ന് പറഞ്ഞാൽ കുഴലുകൾ എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ കുഴലുകളിലൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുകയല്ലേ, അപ്പോൾ ബ്ലഡിന് പകരം വെള്ളം. വാട്ടർ വാസ്കുലാർ സിസ്റ്റമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടേത് സർക്കുലാർ ബ്ലഡ് ആണെങ്കിൽ ഇവർ വാട്ടർ വാസ്കുലാറാണ്. അപ്പോൾ ഇത് വാട്ടർ വാസ്കുലാർ, ഇത് വാട്ടർ കനാൽ. അത് രണ്ടും മാറിപ്പോകരുത്. ഓക്കെ ആണോ? അപ്പം സ്പോഞ്ചിൽ കാണുന്നത് വാട്ടർ കനാലും അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റവുമാണ്. അപ്പോൾ അതിനകത്ത് ഈ സംഭവങ്ങൾ നിങ്ങൾ അതിനകത്ത് പഠിച്ചു വെച്ചു. പിന്നെ ഇതിനകത്ത് എന്താണ്? ഇതിനകത്ത് ഇവരുടെ കോമൺ നെയിമാണ് ചോദിച്ചിട്ടുള്ളത്. ബുച്ചറേറിയ എന്ന് പറഞ്ഞാൽ മന്തുണ്ടാക്കുന്ന ഒരു ജീവിയാണ്. മന്തിനെ നമ്മൾ ഫൈലേറിയാസിസ് എന്നാണ് വിളിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ കോമൺ നെയിം ഫൈലേറിയൽ വേം എന്നാണ്. ഫൈലേറിയൽ വേം, മന്തുണ്ടാക്കുന്ന ജീവിയാണ്. ബുച്ചറേറിയയുടെ ഫൈലേറിയ എന്നാണ് ഇതിനകത്ത്. ഫൈലേറിയ വേം, ഫൈലേറിയൽ വേം എന്ന് വിളിക്കാം, ബുച്ചറേറിയ. പിന്നെ സിൽക്ക് വേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബോംബിക്സ് ആണ്. സിൽക്ക് വേം എന്താണ്? പട്ടുനൂൽ പുഴു, ബോംബിക്സ് എന്നാണ് അതിനകത്ത് വിളിക്കുക, മനസ്സിലായില്ലേ? അപ്പം ഇതൊക്കെയാണ്. പിന്നെ അതിനകത്ത് ഫെർറ്റിമ എന്ന് പറഞ്ഞാൽ മണ്ണിരയാണ്. എർത്ത് വേമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫെർറ്റിമ എന്ന് വിളിക്കുക. ഫെർറ്റിമ പോസ്തുമ എന്നൊക്കെയാണ് മണ്ണിരയുടെ ശരിക്കുള്ള പേര്, മനസ്സിലായില്ലേ? അപ്പോൾ ഫെർറ്റിമ പോസ്തുമ. അപ്പം അതിനകത്ത് ഇതൊക്കെയാണ് അതിനകത്ത് സംഭവങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നത്? ബുച്ചറേറിയ എന്ന് പറഞ്ഞാൽ അതെന്താണ്? മന്തുണ്ടാക്കുന്ന ഒരു രോഗാണുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈലേറിയൽ വേം എന്നാണ് അതിനകത്ത് എന്ത് ചെയ്യുക? അറിയപ്പെടുക. ഇവിടെ ഞാനൊരു എല്ല് ഇടാനുണ്ട് അല്ലേ, ഫൈലേറിയൽ വേം. പിന്നെ സിൽക്ക് വേം എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴുവാണ്. അപ്പോൾ അത് ബോംബിക്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. എന്താണ് അതിൻ്റെ ശരിക്കുള്ള നെയിം? ബോംബിക്സ്, അതിന് ജീനസ്. പിന്നെ ഫെർറ്റിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിരയാണ്. അപ്പോൾ എർത്ത് വേമാണ് അതിൻ്റെ കോമൺ നെയിം. അതിൻ്റെ ജീനസ് നെയിം ഇവിടെ ഫെർറ്റിമ എന്നാണ്, എർത്ത് വേം. പിന്നെ ഹണി ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജീനസ് ആപ്പിസ് ആണ്. ആപ്പിസ്, തേനീച്ചകളുടെ ജീനസ് ആണ് ആപ്പിസ്. അപ്പോൾ ആപ്പിസ്, ഫെർറ്റിമ. അപ്പോൾ ഇതിൻ്റെ ജീനസ് നെയിമും ഇതിൻ്റെ സ്പീഷ്യസ് കോമൺ നെയിമുമാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആപ്പിസൊക്കെ അണീബി ആണെന്നും ബോംബിക്സ് സിൽക്ക് വേം ആണെന്നും ഇവരെ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആർത്രോപോഡുകൾക്ക് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. നമുക്ക് ഉപകാരമുള്ള പ്രാണികൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ബോംബിക്സ്. അതിൽ സിൽക്ക് വേം, പട്ടുനൂൽ പുഴു, പട്ടൊക്കെ ഉണ്ടാക്കാം. തേനീച്ചയിൽ നിന്ന് തേന് കിട്ടും. അപ്പോൾ എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ്, വ്യാവസായിക അടിസ്ഥാനത്തിൽ ആളുകൾക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രാണികൾ ഏതാണെന്ന് ചോദിക്കും. എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആർത്രോപോഡകൾ, മനസ്സിലായില്ലേ? ആർത്രോപോഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോംബിക്സ്, സിൽക്ക് വേം അതിനകത്ത് പെടും, ഫെർറ്റിമയും അതിനകത്ത് പെടും. ഫെർറ്റിമയല്ല, ആപ്പിസ്, തേനീച്ചയും അതുപോലെ ബോംബിക്സും അതിനകത്ത് പെടും. അപ്പം അതാണ് ആർത്രോപോഡകൾ. അപ്പോൾ അതിനകത്ത് ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ സംഭവവും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അപ്പം ഈ ഒരു സംഭവവും പിന്നെ ഇത് നിങ്ങൾ അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കമൻറ്റ് ഓൺ സിമ്മട്രി ഓഫ് ഫൈലം പോരിഫെറ ആൻഡ് ഫൈലം എക്കൈനോഡെർമം എന്നിട്ട് ഇന്ന് തന്നെ ഇങ്ങനെ നോക്കുക. പിന്നെ ഇതും നിങ്ങൾക്ക് അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ഗിൽസ് ഇൻ മൊളുസ്ക, ഫ്ലെയിം സെൽസ് ഇൻ പ്ലാറ്റി ഹെൽമിന്തസ് ഫംഗ്ഷന്. പിന്നെ ഇതും നിങ്ങൾക്ക് അസീലോമേറ്റ് ഏതാണ്, സ്യൂഡോസീലോമേറ്റ് ഏതാണ്, ഡിഫറൻസ് പറയാനാണ്. പിന്നെ ഓസ്റ്റിക്റ്റസ്, കോൺട്രിക്റ്റസ് നിങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ടാകും. കോംപ്ലീറ്റ് കാര്യങ്ങൾ, പ്രബോസിസ്, ഇതും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. പിന്നെ പൊയ്ക്കിലോ തേംസ്, ഇതും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. പൊയ്ക്കിലോ തെർം ഏതാണ്, കോൾഡ് ബ്ലഡ്, വാം ബ്ലഡഡ്. പിന്നെ സിമ്മട്രി, ഇത് റേഡിയൽ സിമ്മട്രിയാണ്. ഇത് കാണിക്കുന്ന ഫൈലം ടിനോഫോറ, എക്കൈനോഡെർമേറ്റ ആൻഡ് സീലിൻഡ്രേറ്റ ആണ്. പിന്നെ ഇതും നിങ്ങൾക്ക് അതിനകത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. ലോലിഗോ സ്കിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ. പിന്നെ വാം ബ്ലഡഡ് എന്ന് പറഞ്ഞാൽ ചൂട് രക്തം, ശരീരത്തിന് എപ്പോഴും എന്തായിരിക്കും? ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും. അതാണ് ഹോമിയോ തേംസ്. അപ്പോൾ അത് പഠിക്കാം, അതൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് സിംഗിൾ വേർഡ് പറയാനാണ്. ഫയർ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഏതാണ്? മൊളുസ്കാണ്. പിന്നെ ലൈറ്റ് എമിറ്റ് ചെയ്യുന്നത് ബയോലൂമിനസെൻസ് ആണ്. പിന്നെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കാണുന്നത് മെറ്റാജെനിസിസ് ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. അതായത് നമ്മൾ എന്താ പറഞ്ഞത്? ഒച്ചിൻ്റെ വായിലെ പല്ല്, ഫയർ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഇൻ മൊളുസ്ക്. ഒച്ചിൻ്റെ വായിലെ പല്ലാണ് എന്ത്? റാഡുല. ലൈറ്റ് എമിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി, ഒരു ജീവിക്ക് ലൈറ്റ് എമിറ്റ് ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ബയോലൂമിനസെൻസ് ആണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന പോളിപ്പ് മെഡൂസെ ഒബീലിയ കാണിക്കുന്ന ഒബീലിയ കുറേ കാലം ഇങ്ങനെ ഒരിടത്ത് പോളിപ്പായി നിൽക്കും, കുറേ കാലം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നടക്കും, അംബർല ഷേപ്പിൽ നടക്കും. അപ്പോൾ അതാണ് മെറ്റാജെനിസിസ്. പിന്നെ പക്ഷികൾക്ക് എന്തില്ല? പക്ഷികൾക്ക് എല്ലിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്. അവരുടെ ബോഡി പറക്കുമ്പോൾ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഫുൾ എല്ലല്ല, പക്ഷികളുടെ എല്ലിൻ്റെ ഉള്ളിലൊക്കെ എന്താണ് എയർ സ്പേസുകളാണ്. അതിനെയാണ് നമ്മൾ ന്യൂമാറ്റിക് ബോൺസ് എന്ന് വിളിക്കുക. ഹോളോ ബോൺസ് വിത്ത് എയർ കാവിറ്റീസ്. പക്ഷികൾക്ക് പറക്കാൻ വേണ്ടിയിട്ട് എന്താണ് ബോണിൻ്റെ ഭാരം കുറയ്ക്കാൻ. എല്ലിന് ഭയങ്കര വെയിറ്റ് അല്ലേ, അപ്പോൾ എന്തല്ല ഫുൾ എല്ലല്ല, അതിനൊക്കെ ഉള്ളിലൊക്കെ എന്താണ് സ്പേസുകളാണ്. അപ്പോൾ എയർ സ്പേസുകളാണ്. അതിനെയാണ് ന്യൂമാറ്റിക് ബോൺസ് എന്ന് വിളിക്കുക. അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പിന്നെ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു എന്താ പറയുക, സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് 11 ക്ലാസ്സിലെ കുട്ടി എന്ത് ചെയ്തു, കളക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് ജീവികളെ കളക്ട് ചെയ്തു. നിങ്ങളത് ഫൈലമാക്കണം. സ്പോഞ്ചില്ല നമുക്കറിയാം, സ്പോഞ്ചിലാണ്. പോരിഫറയാണ് ഫൈലം. ടിനോപ്ലാന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ടിനോഫോറയാണ്. കാരണം കോമ്പ്, ടിനോ എന്ന് പറഞ്ഞാൽ കോമ്പാണ്, ചീർപ്പുള്ള ജീവി ടിനോഫോറയാണ്. ടിനോപ്ലാന അതിലാണ്. ലാക്സിഫർ എന്ന് പറഞ്ഞാൽ ആർത്രോപോഡയിലാണ് വരുന്നത്. ലാക്ക് ഇൻസെക്റ്റ് എന്ന് വിളിക്കും. ഒരു തരം ചായയാണ്, സാധനങ്ങളൊക്കെ കേടുവരുത്തുന്ന. കലോട്ടസ് എന്ന് പറഞ്ഞാൽ ഓന്ത് കാറ്റഗറിയിലാണ്. അത് കോർഡേറ്റിലെ റെപ്റ്റൈൽസ് എന്ന് പറയുന്ന ഇഴഞ്ഞു പോകുന്ന ജീവികളിൽ വരുന്നതാണ്. ഫൈലം കോർഡേറ്റയാണ്. ക്ലാസ് റെപ്റ്റീലിയയാണ്. അപ്പോൾ ഇതിനകത്ത് ഫൈലം ക്ലാസ് ഒക്കെ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം തൽക്കാലം ഇതാണ് ഇതിനകത്ത്. മനസ്സിലായോ? ഒരു കുട്ടി കുറേ ജീവികളെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നാണ്. അപ്പം നിങ്ങളതിനെ ഫൈലമാക്കി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്കറിയണം, സ്പോഞ്ചില്ല എന്ന് പറഞ്ഞാൽ പോരിഫറയുടെ എക്സാമ്പിളാണ്. ടിനോപ്ലാന എന്ന് പറഞ്ഞാൽ ടിനോഫോറ, ലൈറ്റ് കത്തുന്ന ജീവിയുടെ എക്സാമ്പിളാണ്. ലാക്സിഫർ എന്ന് പറഞ്ഞാൽ ലാക്ക് ഇൻസെക്റ്റ്, ഒരു പ്രാണിയാണ്, ആർത്രോപോഡയിലാണ്. പിന്നെ കലോട്ടസ് ഓന്താണ്, ഇഴഞ്ഞു പോകുന്ന ജീവിയാണ്. അപ്പോൾ അത് കോർഡേറ്റ ഫൈലമാണ്. അതിലെ ക്ലാസ് റെപ്റ്റൈലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കി വെക്കണം. പിന്നീട് പിന്നെ കോൺട്രിക്റ്റിയസും ഓസ്റ്റിക്റ്റിയസും തമ്മിലുള്ള ഇതിനകത്ത് നിങ്ങളോട് ചോദിച്ചത് കോൺട്രിക്റ്റിയസ് ഓസ്റ്റിക്റ്റിയസ് എന്നല്ല. ഇത് മത്തി പോലുള്ള ഒരു മീനാണ്. അപ്പം നമുക്കറിയാം ഇതെന്താണ്, മുള്ളുള്ള മീനാണ്. ഇതിനെ ഓസ്റ്റിക്റ്റിയസ് എന്നാണ് വിളിക്കുക. ഇത് സ്രാവ് പോലെയാണ്. ഇത് കോൺട്രിക്റ്റിയസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനും പറഞ്ഞു. ഇനി അതിൻ്റെ വ്യത്യാസം എഴുതാനും പറഞ്ഞു. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ നമ്മൾ ചെയ്തു. സ്രാവ് ലൈക്ക്, ഇത് മത്തി ലൈക്ക്, ഓസ്റ്റിക്റ്റിയസ് ആൻഡ് കോൺട്രിക്റ്റിയസ് ആണ് ഇതിൻ്റെ ക്ലാസ്സുകൾ. എന്നിട്ട് ഡിഫറൻസ് എഴുതാനാണ്. ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് ജീവികളെ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇവർ ഏത് സിമ്മട്രിയാണ്? സൈക്കൺ എന്ന് പറഞ്ഞാൽ സ്പോഞ്ചാണ്. സൈക്കൺ എന്താണ്? സൈക്കണും സ്കൈഫയും സ്പോഞ്ചില്ലയും യൂസ്പോഞ്ചിയും ഒക്കെ സ്പോഞ്ചുകളാണ്. സ്പോഞ്ചുകൾ കാണിക്കുന്ന സിമ്മട്രി ഇതിനകത്ത് അസിമ്മട്രിയാണ്. അപ്പം ഇതിനകത്ത് ഇപ്പം ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, മുകളിൽ കുറച്ച് ജീവികളെ തന്നിട്ടുണ്ട്. മുകളിൽ കുറച്ച് ജീവികളെ തന്നിട്ടുണ്ട്. നിങ്ങൾ കാറ്റഗറി ആക്കണം. ഹൈഡ്ര ഏതാണ്? ഹൈഡ്ര എന്ന് പറഞ്ഞാൽ റേഡിയൽ സിമ്മട്രിയാണ്. സീലിൻഡ്രേറ്റയാണ്, റേഡിയൽ സിമ്മട്രിയാണ്. സ്രാവൊക്കെ എന്താണ്? മീനുകളൊക്കെ ബൈലേറ്ററൽ സിമ്മട്രിയാണ്. മീനുകളൊക്കെ എല്ലാം എങ്ങനെ കട്ട് ചെയ്താലും മീന് ഹാഫ് കിട്ടില്ല. മീനുകളെ കറക്റ്റ് ഹാഫ് കിട്ടണമെങ്കിൽ നമ്മളെ നടുക്കിലൂടെ കട്ടാവണം. മനസ്സിലായില്ലേ? അപ്പോൾ മനുഷ്യരും ഇവരൊക്കെ എന്താണ്? ബൈലേറ്ററൽ സിമ്മട്രിയാണ്. ഷാർക്ക്, മീനുകളൊക്കെ ബൈലേറ്ററലാണ്. ആകെ റേഡിയൽ കാണിക്കുന്നത് സീലിൻഡ്രേറ്റ, എക്കൈനോഡെർമേറ്റ, ടിനോഫോറ, CEC എന്നാണ് കോഡ്. റേഡിയൽ സിമ്മട്രി കാണിക്കുന്നത് സീലിൻഡ്രേറ്റ, എക്കൈനോഡെർമേറ്റ ആൻഡ് ടിനോഫോറ. അപ്പോൾ ഇതേ ഉള്ളൂ. ബാക്കിയൊക്കെ ബൈലേറ്ററലും പിന്നെ സ്പോഞ്ച് അസിമെട്രിക്കുമാണ്. അങ്ങനെ അതിനകത്ത് സിമ്പിളായി മനസ്സിലാക്കാവുന്നതാണ്. അസിമെട്രി കാണിക്കുന്നത് സൈക്കണാണ്, സ്പോഞ്ചാണ്. പിന്നെ ഇപ്പം ഇതിനകത്ത് ഇവർ സൈക്കണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ സ്പോഞ്ചില്ല ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാവുന്നതാണ് സ്പോഞ്ചില്ല. അവിടെ ഉള്ള ജീവികളെ ഇതിലേക്ക് ആക്കി കൊടുക്കാനാണ് പറഞ്ഞത്. ഷാർക്ക് എന്താണ്? ബൈലേറ്ററലാണ്. മീനൊക്കെ രണ്ട് സൈഡിലും കട്ടാവുള്ളൂ, എല്ലാ സൈഡിലും കട്ടാക്കാൻ പറ്റില്ല. ഹൈഡ്ര എന്താണ്? ഹൈഡ്ര ഇതിൽ പെടും, സീലിൻഡ്രേറ്റയിൽ പെടും. പിന്നെ ഇതിൽ ഏത് പെടും? സ്റ്റാർ ഫിഷും ഇതിൽ പെടും. കാരണം എക്കൈനോഡെർമേറ്റയും എന്താണ്? റേഡിയൽ സിമ്മട്രിയാണ്. അപ്പോൾ റേഡിയൽ സിമ്മട്രി കാണിക്കുന്നത് ഹൈഡ്രയും സ്റ്റാർ ഫിഷുമാണ്. കാരണം ഇത് സീലിൻഡ്രേറ്റയാണ്, ഇത് എക്കൈനോഡെർമേറ്റയാണ്. ബൈലേറ്ററൽ സിമ്മട്രി എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ സൈഡിലും കട്ടാക്കാൻ പറ്റില്ല. അപ്പം മനുഷ്യന്മാരെയൊക്കെ നോക്കിയേ എങ്ങനെയാണ് ഹാഫ് കിട്ടുക? മനുഷ്യരുടെ ഒക്കെ ആണെങ്കിൽ ഒറ്റ പ്ലെയിനിലേ ആക്കാൻ പറ്റുള്ളൂ ഹാഫ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ആക്കുമ്പോൾ മാത്രമേ 2 ഹാഫ് കിട്ടുള്ളൂ, വേറെ എങ്ങനെയും കിട്ടില്ല. അപ്പോൾ ഒരു പ്ലെയിനിൽ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 2 ഹാഫ് വരുന്നത്. അപ്പോൾ അത്തരം ജീവികളാണ് ബൈലാറ്ററൽ സിമെട്രി. അതിപ്പോൾ മീനാണേലും അങ്ങനെയാണ്. മീനിനെ എങ്ങനെ കട്ട് ചെയ്താലും ഹാഫ് കിട്ടില്ല.
മീനിനെ നമുക്ക് മീനിൻ്റെ നടുക്കിലൂടെ കട്ട് ചെയ്താൽ മാത്രമേ ഹാഫ് കിട്ടുള്ളൂ. അപ്പോൾ അത്തരം ജീവികളാണ് ബൈലാറ്ററൽ സിമെട്രി. പിന്നെ എങ്ങനെ കട്ട് ചെയ്താലും ഹാഫ് കിട്ടുന്ന ജീവികൾ സ്റ്റാർ ഫിഷ്, ഹൈഡ്ര, അതായത് സീലിൻഡ്രേറ്റ, ടിനോഫോറ, ടിനോപ്ലാന, പ്ലൂറോബ്രാക്കിയ, അതൊക്കെയാണ്. പിന്നെ ഇതിനകത്ത് നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഞാൻ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിനകത്ത് സ്റ്റോപ്പ് ആക്കും. അതിനകത്ത് ഇപ്പം 2-3 ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. സോ ഞാനതിന് ഫാസ്റ്റായിട്ട് 2-3 ക്വസ്റ്റ്യൻ കൂടി ഇതിനകത്ത് പറയാം. പിന്നെ അതിനകത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇതാണ്, ഇതിപ്പം തീരും. ടിനോഫോറ അതിലെന്താ ഉള്ളതെന്ന് കോംപ്ലൈറ്റ് ആണ്, അതുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം. എക്കൈനോഡെർമേറ്റ എന്തുകൊണ്ടാണ് പേര് വരാൻ കാരണം? ശരീരത്തിൽ മുള്ളുള്ളത് കൊണ്ട്, സ്പൈനി ബോഡീഡ്. മാമൽസിന് എന്തുകൊണ്ടാണ് ആ പേര് വരാൻ കാരണം? അവർ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നുണ്ട്, മാമറി ഗ്ലാൻഡ്, ബ്രസ്റ്റ് ഉള്ളത് കൊണ്ട്. പിന്നെ കോർഡേറ്റകൾക്ക് എന്തുകൊണ്ടാണ് പേര് വരാൻ കാരണം? അവർ ജനിക്കുമ്പോൾ മുതുകിൽ എന്തുണ്ട്? ഒരു കോഡ്, നമ്മൾ പറഞ്ഞ ഒരു വടിയുണ്ട്, നോട്ടോ കോഡ് ഉള്ളതുകൊണ്ട്. അനലിഡകൾക്ക് ആ പേര് വരാൻ കാരണം എന്താ? ബോഡി കമ്പാർട്ട്മെൻ്റ് ആണ്. അന്യൂൾസ് എന്ന് പറഞ്ഞാൽ ലിറ്റിൽ റിങ്ങുകൾ എന്നാണ്, മെറ്റാമറിസം കാണിക്കുന്നതുകൊണ്ടാണ്. ആർത്രോപോഡകൾക്ക് ആ പേര് വരാൻ കാരണം എന്താണ്? അവരുടെ കാലുകൾ ഇങ്ങനെ, ഇപ്പം കൊതുകിൻ്റെ കൂറയുടെ ഒക്കെ കാലുകൾ എന്താണ്? ഇങ്ങനെ ചുന്നി ചേർത്ത പോലെയാണ്, ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അവരൊക്കെ ഡെഡായി കഴിഞ്ഞാൽ കാലുകൾ കാണാൻ ഇങ്ങനെ പറഞ്ഞു പോയി കിടക്കുന്നു അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ ആർത്രോപോഡക പ്രാണികൾക്ക് എന്താണ്? ജോയിൻറ്റഡ് ആയിട്ടുള്ള കാലുകളാണ്, തുന്നി ചേർത്ത കാലുകൾ പോലെയാണ് കാലുകളും കൈകളും ഒക്കെ. അപ്പോൾ ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉള്ളത് കൊണ്ടാണ് ആർത്രോ എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് എന്നും പോഡ എന്ന് പറഞ്ഞാൽ അപ്പൻഡേജസ് എന്നുമാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കുന്ന സംഭവം. ടിനോഫോറയ്ക്ക് എന്തുണ്ട്? കോംബ് പ്ലേറ്റ് ഉണ്ട്. ചീകി നടക്കുന്ന, ചീർപ്പും വെച്ച് നടക്കുന്ന ജീവിയാണത്. എക്കൈനോഡെർമേറ്റൊക്കെ ശരീരത്തിൽ മുള്ളുണ്ട്, സ്റ്റാർ ഫിഷിന് സ്പൈനി ബോഡീഡാണ്. മാമൽസിന് ബ്രസ്റ്റ്, അതിനകത്ത് ഫീഡിങ് ഓർഗൻ ഉണ്ട്, ഫീഡിങ് സ്ട്രക്ചർ ഉണ്ട്. ഫീഡിങ് ഓർഗൻ അതിനകത്ത് മാമറി ഗ്ലാൻസ് ഉണ്ട്. കോർഡേറ്റയ്ക്ക് എന്തുണ്ട്? നോട്ടോകോഡ് ഉണ്ട്. അനലിഡ്സിന് എന്തുണ്ട്? കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, മെറ്റാമറിസം. ആർത്രോപോഡകൾക്ക് എന്തുണ്ട്? തുന്നിച്ചേർത്ത കാലുകളുണ്ട്, ജോയിൻറ്റഡ് അപ്പൻഡേജസ്. അപ്പോൾ ഇതും അതിനകത്ത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇതൊക്കെ അതിനകത്ത് പഠിക്കേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് വീണ്ടും ആ ഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ. ടിനോഫോറയിൽ ഏതാണ് ഉള്ളത്? ടിനോഫോറ നമുക്കറിയാം ചീർപ്പുമായി നടക്കുന്ന ജീവിയാണ്, കോംബ് പ്ലേറ്റ് ഉണ്ട്, അതുപോലെ ലൈറ്റും കത്തിക്കും, ബയോലൂമിനസെൻസ് ആണ്, ആൾ മിന്നി നടക്കുന്ന ആളാണ്. സുന്ദരിയായി ചീർപ്പിട്ട് ലൈറ്റും കത്തിച്ച് നടക്കുന്ന ആളാണ് ഇത് ടിനോഫോറ. അതിലെ 2 ജീവികളാണ്, ഒന്ന് ടിനോപ്ലാനയും മറ്റൊന്ന് പ്ലൂറോബ്രാക്കിയയും. പിന്നെ നെഫ്രിഡിയ, പാരപ്പോഡിയ ഒക്കെ കാണുന്നത് അനലിഡയിലാണ്, നിങ്ങൾക്കറിയാം. പോളിപ്പ്, മെറ്റാജനിസിസ് ഒക്കെ കാണുന്നത് സീലിൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയയിലാണ്. റാഡുല, വിസറൽ ഹമ്പൊക്കെ കാണുന്നത് മൊളുസ്കയിലാണ്, അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് ടിനോഫോറയ്ക്കുള്ളത് മാത്രമാണ്. ടിനോഫോറയ്ക്കുള്ളത് നമുക്കറിയാം കോംബ് പ്ലേറ്റും ബയോലൂമിനസെൻസുമാണ്. പിന്നെ ഇതിനകത്ത് ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ജീവികളെ തരംതിരിക്കാനാണ്, 2 ക്ലാസ് ആക്കാനാണ്, മനസ്സിലായില്ലേ? അറേഞ്ച് അണ്ടർ ദ ക്ലാസ് ടു വിച്ച് ദീസ് അനിമൽസ് ബിലോങ്. സ്കിൻ ഈസ് മോയിസ്റ്റ് വിത്തൗട്ട് സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ തൊലി എന്താണ്? ഭയങ്കര തണുപ്പാണ്, മുരിയൊന്നുമില്ല. അത് നമ്മുടെ തവളയാണ്, അത് അംഫീബിയൻസ് ആണ്. അപ്പോൾ ഞാൻ തവള എന്ന് പറഞ്ഞു ചെയ്തു, പക്ഷേ അതിനെ റെപ്റ്റൈൽ കൊണ്ടുപോയിട്ടു. തവള എന്ന് പറഞ്ഞാൽ ഏതാണ്? അംഫീബിയൻസ് ആണ്, മനസ്സിലായില്ലേ? ഇനി ബോഡി ഈസ് കവേർഡ് വിത്ത് ഡ്രൈ ആൻഡ് കോർണിഫൈഡ് സ്കിൻ, നല്ല കട്ടിയുള്ള തൊലി. ഇപ്പം മുതല, അതുപോലെയുള്ള ചിലപ്പോൾ പല്ലി, ഇപ്പം പാമ്പാണെങ്കിലൊക്കെ അതിന് തൊലി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഡ്രൈ കോർണിഫൈഡ് സ്കിന്ന് ആയിട്ടുള്ള ജീവികളാണ് റെപ്റ്റൈൽസ്. അപ്പോൾ അത് റെപ്റ്റൈൽസ് ആണ് അതിൻ്റെ ക്ലാസ്. പിന്നെ തൊലി പൊഴിക്കുന്ന ജീവികൾ, ഇപ്പം പല്ലിയാണെങ്കിൽ വാല് മുറിച്ചോടും, അതുപോലെ പാമ്പ് അതിൻ്റെ വള പൊഴിക്കും. അപ്പോൾ ഇത് തൊലി പൊഴിക്കുന്ന ജീവികൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെപ്റ്റൈൽസ് ആണ്, ഇഴഞ്ഞു പോകുന്ന ജീവികളാണ്. പിന്നെ 2 സ്ഥലത്തും ജീവിക്കാൻ പറ്റുന്നത്, ക്യാൻ ലിവ് ഇൻ അക്വാട്ടിക്, വെള്ളത്തിലും ജീവിക്കും കരയിലും ജീവിക്കും, അത് അംഫീബിയൻസ് ആണ്. അപ്പോൾ ഇത് 2 കാറ്റഗറിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഒന്ന് അംഫീബിയൻസ് ആണ്, തൊലി നല്ല മോയിസ്റ്റ് ആണ്, അതിനകത്ത് മുരിയൊന്നും ഉണ്ടാവില്ല. തവള അംഫീബിയ എക്സാമ്പിളാണ്. പിന്നെ തൊലി നല്ല ഉറപ്പുള്ള മുരിയുള്ള മുതലയുടെ തൊലി എന്നൊക്കെ പറയും, തൊലിക്കട്ടി എന്ന് പറയില്ല, അപ്പോൾ റെപ്റ്റൈൽസ് ആണ്. അപ്പം അതും നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലായി. സ്കിന്ന് നല്ല തണുപ്പുള്ളത് എന്തിലാണ്? അംഫീബിയയിലാണ്, ക്ലാസ് അംഫീബിയ. പിന്നെ നല്ല കട്ടിയുള്ള മുതലയുടെ തൊലിക്കട്ടി എന്നൊക്കെ പറയുന്നത് റെപ്റ്റൈൽസിലാണ്. പിന്നെ തൊലി പൊഴിക്കുന്നത് റെപ്റ്റൈൽസ് ആണ്, പാമ്പ് കാര്യങ്ങൾ ഇവരൊക്കെ. പിന്നെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അംഫീബിയൻസ് ആണ്, തവളയൊക്കെയാണ്. പിന്നെ അതിനകത്ത് നിങ്ങൾക്കറിയാം അംഫീബിയ അതൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഇതിനകത്ത് ഞാൻ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് പിന്നീടാണ്. അപ്പോൾ ലാസ്റ്റ് ഇതിനകത്ത് നമ്മൾ പോകുന്നത് എന്താണ്? ഇത് നമുക്കറിയാം, നേരത്തെ നമ്മൾ ബാലനെ ചാക്കിലിട്ട ബാലനോഗ്ലോസസ് ആണ്. ഇതിനകത്ത് ഇതേതാണ്? നമ്മുടെ ഹെമി കോറഡേറ്റയാണ്. ഇതേതാണ്? ഹെമി കോറഡേറ്റ്. അപ്പോൾ ഐഡൻറ്റിഫൈ ദ ഓർഗാനിസം.
അപ്പം ഇത് നമ്മുടെ ബലനോഗ്ലോസസ് ആണ്. ഇതേതാണ്? ബലനോഗ്ലോസസ്. അപ്പം നമ്മൾ ഏത് ജീവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലനോഗ്ലോസസ് ആണ്. ഇത് നമുക്കറിയാം നമ്മുടെ നിറീസ് ആണ്, അനലിഡയിൽ വരുന്നതാണ്. അപ്പോൾ ഏത് ഫൈലം എന്നും കൂടി പറയണം. ബാലനോഗ്ലോസസ് ആണ്. ഇത് ഹെമികോർഡേറ്റയിലാണ്. ഇത് നമുക്കറിയാം നമ്മുടെ ലിവർ ഫ്ലൂക്കാണ്. ഇത് പ്ലാറ്റി ഹെൽമിന്തസിലാണ് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. കുറേ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പേരുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞു ബാലനെ ചാക്കിലിട്ട ബാലനോഗ്ലോസസ് ആണ്, ഹെമികോർഡേറ്റയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് നിറീസ് ആണ്, അതിനകത്ത് അനലിഡയിലാണ്. പിന്നെ ലിവർ ഫ്ലൂക്കാണ്, പ്ലാറ്റി ഹെൽമിന്തസിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിനകത്തുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇനി ബാക്കി ഇതിനകത്ത് പിന്നീട് നമുക്ക് ഐ വിൽ ബി ഡിസ്കസിങ് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ലീവ് ചെയ്തോളൂ കേട്ടോ.